ദൈവത്തിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 2025 മാർച്ച് മാസം 11 നാം ഒന്നിച്ച് ദൈവവചന പഠനത്തിനായി കൂടി വന്നിരിക്കുന്നു. ഇന്ന് നാം ചിന്തിക്കുന്നത് യോഹന്നാൻ എഴുതിയ സുവിശേഷം എന്ന പുസ്തകത്തിൻ്റെ 56-ാമത്തെ ക്ലാസ്സിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ച് നിർത്തിയത് യേശുക്രിസ്തു ലോകത്തിൽ വന്ന് തൻ്റെ ശുശ്രൂഷ തികച്ച് പോകുന്ന സമയത്ത് തൻ്റെ വിടവാങ്ങൽ പ്രസംഗത്തിൽ യേശു ശിഷ്യന്മാരോട് പ്രസ്താവിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ കർത്താവ് വൻമാളികയിൽ ഇരുന്ന് പെസഹയുടെ ശേഷമായി ഇസ്കര്യോത്ത യൂദ എഴുന്നേറ്റ് പോയ ശേഷമായി ശിഷ്യന്മാരോട് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളായിരുന്നു. ഒന്ന്, വർത്തമാനകാല വാഗ്ദത്തങ്ങളെ യേശു തൻ്റെ ശിഷ്യന്മാരോട് 7 വർത്തമാനകാല വാഗ്ദത്തങ്ങളെ കുറിച്ച് പ്രസ്താവിച്ചത് ഇന്നലെ നാം ചിന്തിക്കുകയുണ്ടായിരുന്നു. അതുപോലെ തന്നെ കർത്താവ് പോയ ശേഷമായി താൻ അയക്കുന്ന കാര്യസ്ഥനാകുന്ന പരിശുദ്ധാത്മാവിനെ എന്തിനു വേണ്ടി ലോകത്തിൽ അയക്കുന്നു എന്നതിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ചും കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുവാനിടയായിത്തീർന്നു. ആ സംഭാഷണമാണ് പ്രധാനമായിട്ടും യേശു ശിഷ്യന്മാരോട് സംസാരിച്ചിരുന്നതിൻ്റെ രക്തചുരുക്കമെന്നാണ് നാം ഇന്നലെ ചിന്തിപ്പാനിടയായിത്തീർന്നത്. ദൈവവചനത്തിൻ്റെ സത്യം ഗ്രഹിക്കുമ്പോഴാണ് നാം വിടുതൽ പ്രാപിക്കുന്നത്. ഇവിടെ കർത്താവ് പറഞ്ഞിരിക്കുന്ന വചനത്തിൻ്റെ, ഇന്നലെ നാം ചിന്തിച്ച വിഷയത്തിൻ്റെ തുടർഭാഗങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ അധ്യായത്തിൻ്റെ അവസാന 14-ാം അധ്യായം 30-31 വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്ന വചനം ഒന്നുകൂടി എടുത്ത് നമ്മൾ ചിന്തിച്ച് തുടർന്നുള്ള പഠനത്തിലേക്ക് പോകാനാണ് നാം ആഗ്രഹിക്കുന്നത്. നാം അതിനുവേണ്ടി 30-ാം വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഞാൻ ഇനി നിങ്ങളോട് വളരെ സംസാരിക്കുകയില്ല, ലോകത്തിന്റെ പ്രഭു വരുന്നു, അവന് എന്നോടൊരു കാര്യമില്ല. എങ്കിലും ഞാൻ പിതാവിനെ സ്നേഹിക്കുന്നുവെന്നും പിതാവ് എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ ചെയ്യുന്നുവെന്നും ലോകമറിയട്ടെ, എഴുന്നേൽപ്പീൻ, നാം പോകാം എന്ന് യേശുവോട് പറഞ്ഞു. അപ്പോൾ ദൈവവചനം ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ വചനം നാം വായിക്കുമ്പോൾ ദൈവത്തിന്റെ വചനത്തിന്റെ സത്യത്തിന് മാത്രമേ മനുഷ്യനെ സ്വതന്ത്രമാക്കുവാനായിട്ട് കഴിയത്തുള്ളൂ എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞത്. ഇപ്പൊ എന്താണ് കർത്താവ് വായിക്കുന്നത്? ഇതാ ലോകത്തിന്റെ പ്രഭു വരുന്നു, അവൻ എന്നോടൊരു കാര്യവുമില്ല എന്ന് യേശു പറയുമ്പോൾ, ലൂക്കോസ് സുവിശേഷം അതിന്റെ 4-ാം അധ്യായം 13-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിച്ചിരുന്ന ഒരു വാക്യമുണ്ട്. 4-ാം അധ്യായം 13-ാം വാക്യം: അങ്ങനെ പിശാച് സകല പരീക്ഷയും തികച്ച ശേഷം കുറെ കാലത്തേക്ക് അവനെ വിട്ടുമാറി. അപ്പോൾ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷ ആരംഭിക്കുന്ന സമയത്ത് ഈ ലോകത്തിന്റെ പ്രഭുവായിരിക്കുന്ന സാത്താൻ പ്രത്യക്ഷപ്പെട്ട് യേശുവിനെ പരീക്ഷിക്കുന്നതിനെ കുറിച്ചാണ് 4-ാം അധ്യായത്തിൽ നാം കാണുന്നത്. അപ്പോൾ ക്രിസ്തുവിന്റെ ശുശ്രൂഷയുടെ ആരംഭം തുടങ്ങുന്ന സമയത്ത് യോഹന്നാന്റെ കൈക്കീഴിൽ യേശു യോർദാനിൽ സ്നാനപ്പെട്ട ശേഷമായി അവിടുന്ന് കർത്താവ് പരിശുദ്ധാത്മാവ് നിറവിൽ കയറി ശുശ്രൂഷയ്ക്കായി വേർതിരിക്കപ്പെട്ടപ്പോൾ അതിനുശേഷമായിട്ട് ഇവിടെ കാണുന്നത് സാത്താൻ പരീക്ഷിക്കുവാൻ വേണ്ടി അടുത്തു വന്നു എന്നുള്ളതാണ്. അങ്ങനെ അവന്റെ സകല പരീക്ഷയും തികച്ച ശേഷം കുറെ കാലത്തേക്ക് അവനെ വിട്ടുമാറി. അപ്പൊ ആ ഒരു ഭാഗം നമ്മൾ വേദപുസ്തകം വായിക്കുമ്പോൾ അതിൻ്റെ അകത്തു നിന്നുള്ള ഓരോ വാക്കുകൾക്ക് പുറകിലും മറഞ്ഞിരിക്കുന്ന മർമ്മമുണ്ട്. അപ്പൊ ഇവിടെ തികച്ച ശേഷം അവനെ വിട്ടുമാറി എന്ന് എഴുതിയാൽ മതി. കാരണം ഒരു പരീക്ഷയും തികച്ച ശേഷമായിട്ട് അവനെ വിട്ടുമാറി അല്ല എഴുതിയിരിക്കുന്നത്, കുറെ കാലത്തേക്ക് വിട്ടുമാറി. അപ്പോൾ സാത്താന്റെ പരീക്ഷ എന്നുള്ളത് അത് ഓരോ സന്ദർഭങ്ങളോടുള്ള ബന്ധത്തിൽ അത് വെളിപ്പെടുന്നതായിട്ട് ഇവിടെ കാണാൻ ക്രിസ്തുവിനുള്ള ബന്ധത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. എന്നിട്ട് ഭാഗം ഞാൻ വേഗത്തിൽ കാണിക്കാം. ഒന്ന് ഇതാണ്. രണ്ടാമത്തെ കാര്യം, യേശുക്രിസ്തു മരണപുനരുത്ഥാനത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോൾ സാത്താൻ ഈ പത്രോസിന്റെ ചിന്തയിലേക്ക് പ്രവേശിച്ചിട്ട് അത് നിനക്ക് സംഭവിക്കുന്നതൊക്കെ പറഞ്ഞ് യേശുവിനെ കൊണ്ടുപോയി മാറ്റി നിർത്തി സംസാരിക്കുക. യേശു പറഞ്ഞു സാത്താൻ എന്നെ വിട്ടുപോകുന്നു പറഞ്ഞു. അപ്പോൾ അങ്ങനെ സ്നേഹത്തിലൂടെ വേണമെങ്കിൽ സാത്താൻ ദൈവ പദ്ധതിയിൽ നമ്മെ മാറ്റാൻ വേണ്ടി ശ്രമിക്കും. വളരെ ശ്രദ്ധിക്കേണ്ട വിഷയം പ്രിയപ്പെട്ടവരെ, സാത്താൻ പരീക്ഷിക്കുന്ന പല വിധത്തിലാണ്. അത് ചിലപ്പോൾ സ്നേഹം കാണിച്ചിട്ട് നമ്മളെ ദൈവിക വിശ്വാസത്തിന് പിന്മാറ്റുവാൻ, ദൈവിക വഴിയിൽ നിന്ന് പിന്മാറ്റുവാൻ വേണ്ടി ശ്രമിക്കും. ചിലർ എതിർത്തിട്ടാണെങ്കിൽ, അപ്പോൾ എതിർത്തിട്ട് പറ്റുന്നില്ല എന്ന് കാണുമ്പോൾ സ്നേഹത്തിന്റെ മാർഗം ഉപയോഗിക്കും. ഏത് വിധേനയും ഒരുവനെ വിശ്വാസത്തിൽ നിന്ന് അല്ലെങ്കിൽ ദൈവത്തിന്റെ പദ്ധതി ഇല്ലാതാക്കുക എന്നുള്ളതാണ് സാത്താന്റെ പരീക്ഷ. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ടത്, സാത്താൻ പരീക്ഷ തികച്ച ശേഷം യേശുവിനെ
വിട്ടുമാറിയെന്നല്ല, കുറെ കാലത്തേക്ക് വിട്ടുമാറി. എന്നിട്ട് അവസാനമായി ഇവൻ വീണ്ടും പ്രത്യക്ഷപ്പെടുന്നതിനെ കുറിച്ചാണ് കർത്താവ് പറഞ്ഞത്. അന്ന് വിട്ടുമാറിയ സാത്താൻ യേശുവിന്റെ ശുശ്രൂഷയുടെ അവസാന സമയമായപ്പോൾ അവൻ വീണ്ടും പ്രത്യക്ഷപ്പെടുന്നത് കർത്താവ് ആത്മാവിൽ നിശ്ചയിച്ചിട്ട് പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പ്രഭു വരുന്നു. അപ്പോൾ അന്ന് അവിടെ എഴുതി രേഖപ്പെടുത്തിയ വചനത്തിന്റെ അർത്ഥ വ്യാപ്തി മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു. കുറെ കാലത്തേക്ക് അവനെ വിട്ടുമാറി. അപ്പോൾ യേശുവിനെ വിട്ടുമാറിയ സാത്താൻ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് വേണ്ടി, യേശുവിനെ നശിപ്പിക്കുവാൻ വേണ്ടി, യേശുവിനെ ഇല്ലാതാക്കാൻ വേണ്ടി, യേശുവിനെ ലോകത്ത് നിന്ന് ഇല്ലാതാക്കി കൊല്ലുവാൻ വേണ്ടിയുള്ള പദ്ധതിയോടുകൂടി സാത്താൻ വരുന്നതിനെ കുറിച്ചാണ് കണ്ടിട്ടാണ് യേശു പറഞ്ഞത്, ലോകത്തിന്റെ പ്രഭു വരുന്നു, അവന് എന്നോട് ഒരു കാര്യവുമില്ല എന്ന് പറഞ്ഞത്, യേശു പറഞ്ഞത്. അപ്പോൾ കർത്താവ് പറയാണ്, ലോകത്തിന്റെ പ്രഭു വരുന്നു, അവൻ എന്നോട് ഒരു കാര്യം. അതെ, ഞാൻ നിങ്ങളോട് വളരെ സംസാരിക്കുകയില്ല, കർത്താവ് എൻ്റെ സംസാരം തീരാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ, ജഡത്തിൽ വന്ന് ഞങ്ങളോട് സംസാരിക്കുന്ന എൻ്റെ ശുശ്രൂഷ തീരാൻ പോവുകയാണ്. ഞാൻ നിർത്താൻ പോവുകയാണ്. കാരണം ഞാൻ കാണുന്നു ലോകത്തിന്റെ പ്രഭു എൻ്റെ മേൽ അവൻ എന്നെ കൊല്ലുവാനായി വരുന്നതിനെ കുറിച്ച് കർത്താവ് കണ്ടിട്ട് പറയണതാ, ലോകത്തിന്റെ വരുന്നു. കർത്താവ് ലോകത്തിന്റെ പ്രഭു വരുന്നു, അവന് എന്നോടൊരു കാര്യം. എന്താ നമ്മൾ ചിന്തിച്ചത്? കർത്താവ് പറഞ്ഞു അവൻ വരുന്നുണ്ട്, പക്ഷേ അവൻ എന്നോടൊരു കാര്യവുമില്ല. അവന്റെ ഒരു ചതിവിലോ ഒരു പ്രയോഗത്തിലോ ഞാൻ എന്ത് ചെയ്യത്തില്ല, കുടുങ്ങത്തില്ല. അവൻ എന്നോടൊരു കാര്യവുമില്ല. കാരണം യേശു സത്യമായതുകൊണ്ട്, അവൻ ദൈവമായതുകൊണ്ട് അവനെ കീഴ്പ്പെടുത്തുവാനോ പരാജയപ്പെടുത്തുവാനോ കഴിയത്തില്ല. എന്നാൽ സാത്താൻ വിചാരിച്ചത് അവന് അറിയത്തില്ലായിരുന്നു യേശു ആരാണെന്നുള്ളത്. കാരണം കർത്താവായ യേശുവിനെ അറിഞ്ഞിരുന്നെങ്കിൽ യേശു മരിക്കാനായിട്ട് സാധാരണ സമ്മതിക്കത്തില്ല. അവൻ അറിയാമായിരുന്നു യേശു യഥാർത്ഥത്തിൽ അഭിഷക്തനായിരിക്കും വന്നു കഴിഞ്ഞാൽ ഈ തിരുവചനമൊക്കെ കേട്ടിട്ട് നല്ല രീതിയിൽ ചിന്തിച്ചു വയ്ക്കുന്നത് എന്ന് പറഞ്ഞാൽ സമയത്ത് ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുന്നത് സാധാനിക ശക്തികളാണ്. പക്ഷെ ദൈവമക്കൾ അത്രയും കാര്യമായിട്ട് ശ്രദ്ധിക്കത്തില്ലെങ്കിലും വചനത്തിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും വള്ളിപുള്ളി തെറ്റാതെ അതെല്ലാം അത് വേണ്ട രീതി കാത്തിരുന്നിട്ട് അതിനെ അവർക്ക് ഉപയോഗിക്കത്തക്ക രീതിയിൽ അതിനെ മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന പൈശാചിക ശക്തികളുണ്ട്. നമുക്കറിയാം, ശമൂവേലിന്റെ അതേ രൂപത്തിൽ വെളിച്ചപ്പാടത്തി പ്രത്യക്ഷപ്പെടുത്തിയ ദുഷ്ടദൂതൻ വന്ന് പ്രത്യക്ഷപ്പെട്ട് ശൗലിന്റെ വേഷത്തിൽ വന്ന് സംസാരിച്ചത്, അന്ന് ശമൂവേൽ പ്രവാചകന്മാർ പറഞ്ഞിരുന്ന, അല്ലെങ്കിൽ പ്രവാചകന്മാർ ദൈവ ശബ്ദം പറഞ്ഞിരുന്ന ശൗലിനോട് പറഞ്ഞ കാര്യങ്ങൾ ശൗൽ മനസ്സിലാക്കാതെ പോയപ്പോൾ ആ കാര്യങ്ങളെല്ലാം മോഷ്ടിച്ചെടുത്തിട്ടാണ് അവൻ വന്ന് ഈ വെളിച്ചപ്പാടത്തിലൂടെ സംസാരിക്കാനായിട്ട് ഇടയാക്കുന്നത്. ഞാൻ പറഞ്ഞത്, ഈ ദൈവം പറയുന്ന കാര്യം നിവൃത്തീകരിക്കപ്പെടുമെന്ന് നമ്മളെക്കാൾ കൂടുതൽ വിശ്വസിക്കുന്നത് അറിയാവുന്നത് സാത്താനാണ്. പക്ഷെ എന്നാൽ അവനിൽ സംശയമുള്ളത് കൊണ്ട് യഥാർത്ഥമായിട്ടുള്ളത് അവൻ എപ്പോഴും മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നു. അവനത് മനസ്സിലാകും. അതുകൊണ്ടാണ് കൊരിന്ത്യർ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. കൊരിന്ത്യർ ലേഖനത്തിൽ അതേക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്. 2-ാം അധ്യായത്തിൽ അതിന്റെ 6 മുതൽ വാക്യങ്ങൾ വായിക്കുമ്പോൾ, എന്നാൽ തികഞ്ഞവരുടെ ഇടയിൽ ഞങ്ങൾ ജ്ഞാനം സംസാരിക്കുന്നു, ഈ ലോകത്തിന്റെ ജ്ഞാനമല്ല, നശിച്ചു പോകുന്നവരായ ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാരുടെ ജ്ഞാനവുമല്ല, ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി മുന്നയിപ്പിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനമത്രേ മർമ്മമായി ഞങ്ങൾ പ്രസ്താവിക്കുന്നു. അത് ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർ ആരും അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കുകയില്ലായിരുന്നു. അപ്പോൾ യേശു അഭിഷക്തനാണ്, യഥാർത്ഥമായി ക്രിസ്തുവാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ലോകത്തിന്റെ പ്രഭുക്കന്മാർ എന്ന് പറഞ്ഞാൽ അന്നത്തെ സാമ്രാജ്യത്തിന്റെ അധിപന്മാർ യേശുവിനെ ക്രൂശിക്കത്തില്ലായിരുന്നു. അതിന് സാത്താൻ അനുവദിച്ചു കൊടുക്കത്തില്ലായിരുന്നു. കാരണം സാത്താന്റെ തലയെ തകർക്കുമെന്നുള്ള ദൈവത്തിന്റെ അരുളപ്പാട് അവൻ അറിയാം. കർത്താവ്, നമുക്കറിയാം, ദൈവത്തിന്റെ വാഗ്ദത്ത സന്തതിയായിരിക്കുന്ന, അല്ലെങ്കിൽ വാഗ്ദത്തം ആദത്തോട് പറഞ്ഞ് അവരെ ഇറക്കി വിടുമ്പോൾ, അവരെ അവിടെ നിന്ന് ഇറക്കി വിടുമ്പോഴും ദൈവത്തിന്റെ വാഗ്ദത്തം അവരോട് സംസാരിച്ചിരുന്നു. സ്ത്രീയുടെ സന്തതി നിന്റെ തലയെ തകർക്കുമെന്ന് പറഞ്ഞിരുന്ന ആ പ്രവൃത്തി നടക്കുമെന്നുള്ളത് സാത്താൻ അറിയാമായിരുന്നു. അപ്പോൾ അവന്റെ തല തകർക്കപ്പെടുമെന്നുള്ളത് അറിയാവുന്നത് കൊണ്ട്, അപ്പോൾ സ്ത്രീയുടെ സന്തതി ജനിക്കാതിരിക്കാൻ വേണ്ടി അവൻ, നമുക്കറിയാം, പഴയ നിയമത്തിന്റെ പല വിശുദ്ധന്മാരുടെ ഭാര്യമാരുടെ ഗർഭത്തെ എന്ന് പറഞ്ഞാൽ അടയ്ക്കുകയോ അല്ലെങ്കിൽ അതിനുള്ള തടസ്സമിടുകയോ ചെയ്തിട്ടുള്ളതായിട്ട് കാണാൻ സാധിക്കും. ഏതെങ്കിലും ഇത് സ്ത്രീയുടെ സന്തതിയായിട്ട് വരാതിരിക്കാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ അവൻ എല്ലാ കുടുംബങ്ങളെയും വളരെയധികം സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ടാണ് പിന്നീട്
പ്രവാചകൻ യെശയ്യാവിന്റെ പുസ്തകത്തിൽ പറഞ്ഞപ്പോൾ അതിങ്ങനെ എടുത്തു പറഞ്ഞത്, കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കുന്നു പറഞ്ഞപ്പോൾ അവന് ആകപ്പാടെ കൺഫ്യൂഷനായി പോയി. പിന്നെ ആരാണെന്ന് മനസ്സിലാകാതെ. അപ്പോൾ സ്ത്രീയുടെ സന്തതി എന്ന് പറയുമ്പോൾ അവൻ കുടുംബങ്ങളെ നോക്കി വന്നു. കന്യകയുടെ കന്യക ഗർഭിണിയായ മകനെ പ്രസവിക്കുന്നു പറഞ്ഞപ്പോഴത്തേക്ക് അത് പിന്നെ ആരാണെന്ന് കണ്ടുപിടിക്കാൻ കഴിയാതെ വന്നു. പോരെങ്കിൽ യേശു ജനിച്ചത് യോസഫിനും മറിയയുടെ കുടുംബത്തിലായതുകൊണ്ട്, അതൊരു കുടുംബത്തിൽ ജനിച്ചതായിട്ടുള്ള ലോകം അറിഞ്ഞതുകൊണ്ട് സാത്താൻ അത്രമാത്രം മനസ്സിലാക്കാതെ പോയി. അതുകൊണ്ടാണ് യേശു അഭിഷക്തനാണെന്നുള്ള ചിന്താഗതി അല്ലെങ്കിൽ ആ ഒരു ധാരണ സാത്താൻ ഇല്ലാതെ പോയതിന്റെ കാരണം, യേശു യോസഫിന്റെ കുടുംബത്തിൽ ജനിച്ചു. അപ്പോൾ കന്യകയായിരിക്കുന്ന ഈ മറിയ യോസഫിന്റെ ഭാര്യയായിരുന്നു. അപ്പോൾ അത് ദൈവം വളരെ രഹസ്യമായിട്ടാണ് ആ കാര്യം ചെയ്തത്. അതുകൊണ്ടാണ് വിവാഹം നിശ്ചയിക്കപ്പെട്ടു, ഉടൻ തന്നെ അവൾ ഗർഭിണിയാണെന്ന് അറിയുമ്പോഴും അവൻ ഉപേക്ഷിക്കാതെ അവളെ ഭാര്യയായി കൊണ്ടു നടന്നുകൊണ്ട് അവർ രണ്ടുപേരും അല്ലാതെ എന്ന് പറഞ്ഞാൽ അറിയപ്പെടേണ്ട ആ സമൂഹത്തിൽ അവരാ സമയത്ത് അറിഞ്ഞവരെ ഒരു മാത്രമല്ലാതെ മറ്റാരും അറിയുവാൻ കഴിയാത്തതില്ല. പിന്നീട് അറിഞ്ഞത് എലിസബത്തും വളരെ അറിയപ്പെടേണ്ട ആൾക്കാർ മാത്രമേ അറിഞ്ഞുള്ളൂ. ലോകം മുഴുവൻ അറിഞ്ഞത് യേശു യോസഫിന്റെ മകൻ എന്നാണ്. അപ്പോൾ യേശുവിന്റെ അമ്മ മറിയയ്ക്ക് ഒരിക്കലും ആരുടെയും മുമ്പിൽ ആക്ഷേപം നേക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. ചെറിയ പഠിപ്പിക്കുന്നത് യേശു ജനിച്ച മുഖാന്തരമായിട്ട് ഒരുപാട് നിന്ന സഹിക്കേണ്ടി വന്നത്. യേശു ജനിച്ചുകൊണ്ട് മറിയത്തിന് ഒരു നിന്ന സഹിക്കേണ്ടി വന്നിട്ടില്ല. കാരണം ലോകം മുഴുവനും വിചാരിച്ചിരുന്നത് ജോസഫിന്റെ ഭാര്യയാണ് മറിയ. മറിയക്കുണ്ടായ പുത്രനാണ് യേശു, അത് ജോസഫിന്റെ പുത്രനാണെന്നാണ്. അതല്ലാതെ വിവാഹത്തിന് മുമ്പുണ്ടായ മകനാണെന്നുള്ള അപവാദമോ അങ്ങനെയുള്ള ഒരു കാര്യവും അവിടെ ആരും അറിഞ്ഞിട്ടില്ല, പറഞ്ഞിട്ടുമില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ, ആ ഒരു രീതി അപവാദം ഉണ്ടായിരുന്നെങ്കിൽ ആ കുഞ്ഞിനെ കൊണ്ട് ആലയത്തിൽ പോകാനൊന്നും പറ്റത്തില്ലായിരുന്നു. അന്നത്തെ യഹൂദ നിയമത്തിനനുസരിച്ച് ജോസഫും മറിയയും മാത്രമേ രഹസ്യം അറിഞ്ഞുള്ളൂ. പിന്നീട് ഞാൻ പറഞ്ഞത് അറിയേണ്ടവർ മാത്രം, എലിസബത്ത് ഉൾപ്പെടെയുള്ള ചില ആൾക്കാർ മാത്രമേ അറിഞ്ഞുള്ളൂ. അത് ആ രഹസ്യം അങ്ങനെ തന്നെ ഇരുന്നു. എന്നാൽ ലോകം അറിഞ്ഞത് ജോസഫിന്റെ പുത്രനാണ് യേശു എന്നാണ്. അപ്പോൾ അതുകൊണ്ട് സാധാരണ കണ്ടുപിടിക്കാൻ കഴിയും. എന്നാൽ യേശു അത്ഭുത അടയാളമൊക്കെ ചെയ്യുമ്പോഴും സംശയമുണ്ടായിരുന്നു, ഇവൻ യഥാർത്ഥമായ അഭിഷിക്തനാണോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ സംശയാലുവാരി, ഇപ്പൊ സാത്താൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും സംശയമാണ്. അവനിൽ തന്നെ വിശ്വാസമില്ല, അവൻ എല്ലാറ്റിനും സംശയമാണ്, ബോഷ്കാണ്. അതുകൊണ്ടാണ് യേശു ആണെന്ന് അവന് ഉറപ്പിക്കാൻ കഴിയാതിരുന്നത്. അതുകൊണ്ട് വിചാരിച്ചു ഇവനെ നശിപ്പിച്ചു കളയാം. യേശുവാണെന്ന് അറിഞ്ഞുകൊണ്ടല്ല, അഭിഷിക്തനാണെന്ന് അറിഞ്ഞുകൊണ്ടല്ല. അവൻ അങ്ങനെ അറിഞ്ഞിരുന്നെങ്കിൽ യേശു മരിക്കാൻ സമ്മതിക്കത്തില്ലായിരുന്നു. എന്നാൽ യേശു മരിക്കണം എന്നുള്ള സ്വർഗത്തിന്റെ പദ്ധതി ആയതുകൊണ്ട് യേശു മരിക്കത്തക്കവണ്ണമുള്ള കാര്യങ്ങളെ സ്വർഗം പ്രവർത്തിച്ചപ്പോൾ ഇതറിയാതെയാണ് സാത്താൻ യേശുവിനെ കൊല്ലുവാൻ വേണ്ടി വരുന്നത്. അതിന്റെ സമയമായപ്പോൾ യേശു പറഞ്ഞു, ലോകത്തിന്റെ പ്രഭു വരുന്നു, അവൻ എന്നോടൊരു കാര്യവുമില്ല എന്ന് കർത്താവ് പറയുവാനിടയാത്തത്. അതാണ് എന്റെ സന്ദർഭം കർത്താവ് പറഞ്ഞത്. അപ്പോൾ യോർദാൻ കരയിൽ നിന്ന് യേശു സ്നാനപ്പെട്ട് മരുഭൂമിയിൽ പോയി 40 ദിവസത്തെ പരീക്ഷ കഴിഞ്ഞ ശേഷമായി കുറെ കാലത്തേക്ക് യേശുവിനെ വിട്ടുമാറിയ സാത്താൻ വീണ്ടും പ്രത്യക്ഷപ്പെടുന്നത് ഈ കർത്താവ് ഗെത്സമനയിലേക്ക്, അഥവാ കർത്താവ് പിടിക്കപ്പെടുവാൻ വേണ്ടി പോകുന്ന സമയത്ത് അവൻ്റെതായിട്ടുള്ള പദ്ധതി ഒരുക്കിക്കൊണ്ട് അവന്റെ ആൾക്കാരുമായി യേശുവിനെ പിടിക്കാനുള്ള പദ്ധതികൾ തയ്യാർ ചെയ്യുന്നതിനെ കുറിച്ചാണ് മറുഭാഗത്ത് നമ്മൾ കാണുന്നത്. കർത്താവ് ആത്മാവിൽ കണ്ട് പറഞ്ഞത്, ലോകത്തിന്റെ പ്രഭു വരുന്നു, അവരെന്നോടൊരു കാര്യവുമില്ല. ഇന്ന് രാത്രിയിൽ പ്രിയപ്പെട്ടവരെ, നമുക്കും കാര്യമില്ലാത്തത് സാത്താനോടാണ്. അവനോടൊരു കാര്യവുമില്ല. നമ്മളെ അതിൽ നിന്ന് മോചിപ്പിച്ചു. നമുക്ക് അവന്റെ യാതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ അവനൊരു കാര്യമില്ല. എന്തെങ്കിലും ഒരു കാര്യം സാത്താന് പറയാൻ, അവന് വിലപേശാൻ ഉണ്ടെങ്കിൽ അവൻ വിട്ടുമാറത്തുമില്ല. അതുകൊണ്ട് വിശ്വാസിയായിരിക്കുന്ന ഞാനും നിങ്ങളും നിർമ്മലന്മാരായിരിക്കണം, വിശുദ്ധന്മാരായിരിക്കണം എന്ന് പറയുമ്പോൾ അവൻ അവകാശം പറയുന്ന ഒന്നും നമ്മുടെ കയ്യിൽ കാണാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ സ്നാനപ്പെടുന്ന സമയത്ത് കളയേണ്ടതൊക്കെ കളയണമെന്ന് പറയുന്നത്, ഒന്നും വെച്ചുകൊണ്ടിരിക്കുന്ന പറയുന്നത്. അപ്പോൾ ചിലരോടത് പറയുമ്പോൾ അവർക്ക് മനസ്സിലാകത്തില്ല. അവരത് എന്തെങ്കിലും വെച്ചുകൊണ്ടിരിക്കും, എന്നിട്ട് അത് പ്രശ്നമായിട്ടില്ല. അവൻ പിന്നെ അത് വാദിക്കും. മരിക്കുമ്പോൾ ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ അവന്റെ പഴയതെല്ലാം എടുത്ത് കളയുന്നത് പോലെ എന്ന് പറഞ്ഞാൽ, അത് വേണ്ടാത്ത പോലെ ഒരുവൻ വീണ്ടും ജനിച്ച് വിശ്വാസത്തിലേക്ക് വരുമ്പോൾ, സ്നാനപ്പെട്ട് കഴിയുമ്പോൾ അന്ന് വരെ പഴയത് മുഴുവനും കളഞ്ഞേക്കണം. പണ്ടുണ്ടായിരുന്ന ഒന്നും തന്നെ നമ്മുടെ തുടർച്ചയായി കൊണ്ടുവരാൻ പാടില്ല. അതങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അവൻ്റെതുണ്ടെങ്കിൽ അവൻ അവകാശം പറഞ്ഞുകൊണ്ട് വരും. അതാണ് പലപ്പോഴും പലരുടെയും ക്രിസ്ത്യ ജീവിതത്തിന് തടസ്സമായി നിൽക്കുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ നമുക്ക് പറയാൻ സാധിക്കണം, എൻ്റെ യേശു പറഞ്ഞു, യേശു കർത്താവ് ഇവിടെ 33 വർഷം ഇവിടെ ശുശ്രൂഷിച്ചു.
ഇവിടെ ജീവിച്ചു 3.5 വർഷം ശുശ്രൂഷ ചെയ്തപ്പോൾ കർത്താവ് പറയും, എൻ്റെ ശൈശവം, ബാല്യം, യൗവനകാലം, എന്നിട്ട് കർത്താവ് പറയുകയാണ്, ഇന്ന് വരെയുള്ള ഒരു കാര്യത്തിലും എന്നോട് അവനൊരു കാര്യവുമില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ എന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തുമെന്ന് യേശു അവനെ പിടിക്കുന്ന, കുറ്റവിചാരണ നടത്തുന്ന ആൾക്കാരോട് ചോദിക്കുക, നിങ്ങളിൽ ആരെന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തും? അങ്ങനെ ധൈര്യത്തോടെ സത്യങ്ങളുടെ മുമ്പിൽ ചോദിക്കണമെങ്കിൽ, എല്ലാവരുടെ മുമ്പിൽ ചോദിക്കണമെങ്കിൽ, അറിയാൻ വയ്യാത്ത ഒരാൾക്കാരുടെ മുമ്പിൽ യേശു ചോദിച്ചത്. ഇപ്പൊ ഞാനിവിടുന്ന് പോയിട്ട് തിരുവനന്തപുരത്ത് പോയിട്ട് നിങ്ങൾ ആരെന്നെ കുറിച്ച് പാപത്തെക്കുറിച്ച് ബോധം വരുത്തുന്ന ചോദിച്ചാൽ അവിടെ ആർക്കും എന്നെക്കുറിച്ച് അറിയത്തില്ല. അത് വേണമെങ്കിൽ നമുക്ക് വേണം സാക്ഷ്യം വേണേ പോയി നമ്മളെ അറിയാത്ത പോയി പല സ്ഥലങ്ങളിൽ സംസാരിക്കാൻ പറ്റും. പക്ഷെ ഇന്നിപ്പം ബുദ്ധിമുട്ടാണ്. എന്നാൽ പണ്ടത്തെ പോലെയല്ല. പണ്ടത്തെ സാക്ഷ്യം പ്രസ്താവിച്ചാൽ അത് അവിടെ കൊണ്ടൊക്കെ പോകുമായിരുന്നു. പക്ഷെ ഇവർ സാക്ഷ്യം പ്രസ്താവിച്ചാൽ ലോകം മുഴുവൻ പോകും. അതുകൊണ്ട് അങ്ങനെ കള്ളസാക്ഷ്യം പറഞ്ഞാലും പിടിക്കപ്പെടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഞാൻ പറഞ്ഞല്ലോ, വേണമെങ്കിൽ എന്നെ അറിയാത്ത സ്ഥലത്ത് വേണേൽ പോയി ചോദിക്കാം, നിങ്ങൾ ആരെന്നെ കുറിച്ച് പാപത്തെക്കുറിച്ച് ബോധം വരുത്തണോ? എന്നാൽ യേശു ചോദിച്ചത്, യേശുവിന് എതിരെ കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടി എപ്പോഴും സൂക്ഷ്മദർശിനി വെച്ചുകൊണ്ട് അവർ ക്രിസ്തുവിനെ വീക്ഷിച്ചുകൊണ്ടിരുന്നവരോട് മുമ്പ് ചോദിക്കുക, നിങ്ങൾ ആർക്കെങ്കിലും എന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തുവാൻ കഴിയുമെന്ന് ചോദിച്ചപ്പോൾ ഒരൊറ്റ നാവ് പോലും അവിടെ ഉയർന്നില്ല, ഒരു കരം പോലും ഉയർന്നില്ല, ഉണ്ടെന്ന് പറഞ്ഞില്ല. ഇതാണ് സാക്ഷ്യം. അതാണ് കർത്താവ് പറഞ്ഞത്, ഇവനോ എന്നോടൊരു കാര്യമില്ല. ഇന്ന് വരെ ഞാൻ ഈ ഭൂമിയിൽ മനുഷ്യ ജനിച്ച് ഈ നിമിഷം വരെ നിങ്ങളോട് കൂടെ ഉണ്ടല്ലോ, ഇപ്പോൾ വരെ എനിക്ക് അവനോടൊരു കാര്യമില്ല, ഇനി മേലാലൊരു കാര്യമില്ല. പക്ഷേ അവന്റെ തലയെ തകർക്കുവാൻ, അവന്റെ പദ്ധതിയെ പൊളിച്ചു കളയുവാൻ, ഇല്ലാതാക്കുവാൻ, അവന്റെ സാമ്രാജ്യത്തെ മുടിക്കാൻ വേണ്ടിയാ ഞാൻ ജനിച്ചത്. യേശു ജനിച്ചത് ലോകാവസാനമെന്ന അതിന്റെ അർത്ഥം, ഈ ലോകത്തിന്റെ ഭരണം കൈയാളിക്കൊണ്ടിരുന്ന മരണത്തിന്റെ അധികാരിയായ പിശാചിനെ അവന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിലായിരുന്നവരെ വിടിവിക്കുക എന്ന ദൗത്യമാണ് യേശു ചെയ്തത്. അതാണ് ലോകാവസാനം എന്ന് പറഞ്ഞ അർത്ഥം. ലോകാവസാനം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ ട്രാജഡി. എല്ലാവരും വിചാരിക്കുന്നത് ലോകാവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ പോയി ഇടിച്ച് അവസാനിക്കുന്നതാണ്, ഇല്ലാതെയായിത്തീരുന്നതാണ് വിചാരിക്കുന്നത്. അങ്ങനെയല്ല പ്രിയപ്പെട്ടവരെ. ഞാനത് പല ആവർത്തി പറഞ്ഞു. ലോകാവസാനം എന്നതിന്റെ അർത്ഥം, അന്തികാലം എന്നതിന്റെ പദത്തിന്റെ അർത്ഥമൊക്കെ പലർക്കും അറിയാൻ വയ്യാത്തതാണ്. തെറ്റായ ഒരുപാട് പഠിപ്പിക്കലുകൾ, തെറ്റായ ഒരുപാട് ചിന്താഗതികൾ എല്ലാം ചിന്തിക്കുന്നത്. ചില വിചാരിക്കും ഒറ്റ ദിവസം കൊണ്ട് തീരുന്നതാണ് ലോകാവസാനം എന്നുള്ളത്. എന്നാൽ ഇതിനെ പഠിച്ചവർക്കും ഇങ്ങനെ ക്ലാസ് കേട്ടവർക്കൊക്കെ അറിയാം, ലോകാവസാനം എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു ഒന്നാം വരവിനും രണ്ടാമത്തെ വരവിനും ഇടയിലുള്ള കാലഘട്ടത്തെയാണ് ലോകാവസാന കാലം എന്ന് പറയുന്നത്. അതിനെയാണ് അന്ത്യകാലം എന്ന് അറിയപ്പെടുന്നത്. അതല്ലാതെ ഈ 2000 കഴിഞ്ഞപ്പോൾ നമ്മളെല്ലാം കൂടി തീരുമാനിച്ച് 2000 വർഷം കഴിഞ്ഞു, അന്ത്യകാലമായി, ലോകാവസാനമായി ചിന്തിക്കരുത്. അതല്ല എൻ്റെ കാര്യം. ഒരു മഴക്കാലം എന്ന് പറഞ്ഞാൽ അതിനൊരു സീസണാണ്, ഒരു സമയമുണ്ട്. അപ്പോൾ എപ്പോൾ ആരംഭിച്ചു? ലോകാവസാനത്തിൽ യേശു പ്രത്യക്ഷമായി പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയ ശേഷമായി. പാപങ്ങളെ ദൈവം നീക്കി എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ മേൽ ആധിപത്യമിട്ടിരുന്ന പാപത്തെ ദൈവം നീക്കി. പിന്നീട് നാം അനുവദിച്ചെങ്കിൽ മാത്രമേ പാപം നമ്മളിൽ വസിക്കുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ യേശു പാപത്തെ നീക്കിയ ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് എന്നിൽ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ആരെങ്കിലും ഇരുന്നാൽ അവന്റെ പാപം നീങ്ങി പോകത്തില്ല. എന്നാൽ നീക്കാനുള്ള മാർഗത്തെ ദൈവം തന്നിട്ടുണ്ട്. രാത്രി കേൾക്കുന്ന ആർക്കെങ്കിലും പാപം തലയിന്മേലുണ്ട്, അത് വാഴുന്നുണ്ടെന്നുള്ള ചിന്തയുണ്ടെങ്കിൽ അത് നീക്കാൻ വേണ്ടി യേശു വന്ന് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ഭാരം വഹിക്കാൻ വേണ്ടി വന്നതാ, നിങ്ങളെ സ്വതന്ത്രമാക്കാൻ വേണ്ടി വന്നതാ. അത് നീ വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല, എന്നിൽ വിശ്വസിച്ചാൽ മാത്രം മതി, അത് നീങ്ങിപ്പോകുവാടേത്ത്. അങ്ങനെ വിശ്വാസത്താൽ നമ്മുടെ പാപഭാരം എടുത്തു മാറ്റി നമ്മളെ മരണഭീതിയിൽ നിന്ന് വിടിവിച്ച് നമുക്ക് പ്രത്യാശ തന്നു. നമ്മുടെ പ്രത്യാശ എന്ന് പറഞ്ഞാൽ ദൈവമക്കളുടെ പ്രത്യാശ മറ്റൊന്നുമല്ല, കർത്താവ് വന്നാൽ പോകണം എന്നുള്ള ആഗ്രഹത്തോടെ ജീവിക്കുന്നതാണ് ദൈവമക്കൾ. അല്ല, മരിച്ചു കഴിഞ്ഞാലും സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കും എന്നുള്ള വിശ്വാസമുള്ളവരാണ് ദൈവമക്കൾ. അവരാണ് യഥാർത്ഥമുള്ള ദൈവമക്കൾ. ബാക്കിയുള്ളവരൊക്കെ ജീവിതത്തിൽ പറയും, ഞങ്ങൾക്ക് സ്വസ്ഥതയുണ്ട്, കുഴപ്പമൊന്നുമില്ല, മരിച്ചോട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമുക്കറിയാം, മരണസമയം വരുമ്പോൾ, മരണം വന്ന് പിടിക്കുമ്പോൾ, മരണത്തിന്റെ സമയമാകുമ്പോൾ കൈകാലിട്ടടിക്കുന്നത്. അതിനാണ് മരണഭീതി മൃത്യുഭീതി എന്ന് പറയുന്നത്. അങ്ങനെ മൃത്യുഭീതിയിൽ പെട്ടുപോകാൻ ജീവനോടിരിക്കുമ്പോൾ പറയും കുഴപ്പമില്ല, മരിച്ചാൽ അങ്ങോട്ട് പോട്ടെ, നരകത്തിൽ പോയാൽ പോട്ടെ, അത് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പലരും പറയും. എല്ലാവരും വീമ്പിളക്കും. പക്ഷേ അതിന്റെ ഭയാനകത മനസ്സിലാക്കി കഴിഞ്ഞാൽ കാണുന്നത്, മരണസമയത്ത് കാണുന്നത്, കൊണ്ടുപോകുന്ന സ്ഥലത്തേക്ക് പോകുന്ന ഇരുളില് കാണുമ്പോൾ കടന്ന് കൈകാലിട്ടടിക്കും, കണ്ണു തള്ളും, എന്ത് എന്നറിയാതെ ഭാരപ്പെടും. എന്നാൽ ഇന്ന് രാത്രിയിൽ ഈ തിരുവചന പഠനത്തിൽ ഞാൻ ആത്മാവ് വിളിച്ചു പറയുക, യേശു ക്രിസ്തു വന്നത് പാപത്തെ നീക്കുവാൻ വേണ്ടി. പാപത്തെ നീക്കുവാൻ യേശു പ്രത്യക്ഷമായി.
മണ്ണത്തെ നീക്കുവാൻ കർത്താവ് ഇതുവരെ വന്നിട്ടില്ല. മണ്ണത്തെ നീക്കാൻ വേണ്ടി കർത്താവ് വരും. കർത്താവ് വരുന്നത് മണ്ണത്തെ നീക്കാൻ വേണ്ടി. കർത്താവ് രണ്ടാമത് വരുന്നത് മണ്ണത്തെ നീക്കി സാത്താൻ എന്ന് നീക്കുവാൻ വേണ്ടി വരും. പക്ഷേ യേശു ഒന്നാമത് വന്നത് ലോകാവസാനത്തിന്റെ പ്രാരംഭത്തിൽ, ആരംഭകാലത്തിൽ ദൈവം വന്നത് പാപങ്ങളെ നീക്കുവാൻ യേശു പ്രത്യക്ഷമായി. പാപങ്ങളെ നീക്കി സാത്താനിക സാമ്രാജ്യത്തിന്റെ അതിനെ ഇല്ലാതാക്കുന്ന പ്രവൃത്തി ആരംഭിച്ച് ദൈവരാജ്യം സ്ഥാപിച്ചു. അതാണ് ക്രിസ്തു ചെയ്ത. ദൈവരാജ്യവും ഈ ലോകത്തിന്റെ ഭരണവും ഈ ലോകത്തിന്റെ പൈശാചിക ഭരണവും രണ്ടും വ്യത്യസ്തമായ രീതി. ഒന്ന് ആത്മീയ ദൈവരാജ്യമായി നിലനിൽക്കുമ്പോൾ, മറ്റൊന്നുള്ളത് ഭരണപരമായിരിക്കുന്ന ലോകത്തിന്റെ രാജ്യങ്ങൾ അതിൻ്റെതായ നിലവാരത്തിൽ നിൽക്കുകയാണ്. മുമ്പ് കർത്താവ് പറഞ്ഞത്, എനിക്ക് ഇതിനോട് യാതൊരു ബന്ധവുമില്ല, അവൻ എന്നോടൊരു കാര്യവുമില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ ലോകാവസാനത്തിൽ യേശു പ്രത്യക്ഷമായത് ട്രാജഡി വരുത്താൻ വേണ്ടിയല്ല കർത്താവ് വന്നത്, ഒരു അനർത്ഥം വരുത്താൻ വേണ്ടിയല്ല യേശു വന്നത്. അപ്പം ലോകാവസാനത്തിൽ അനർത്ഥമായിട്ട് കണക്കാക്കരുതേ. കർത്താവ് പറഞ്ഞത് ലോകാവസാനത്തിൽ യേശു പ്രത്യക്ഷമായതുകൊണ്ടാണ് സാത്താനിക ഭരണത്തിന്റെ വേരറക്കാൻ തുടങ്ങിയത്. അത് പൂർത്തീകരിക്കപ്പെടുന്നത് കർത്താവിന്റെ രണ്ടാമത്തെ വരവില്ല. കർമ്മോദ്ഭവ യുദ്ധത്തോടു കൂടിയാണ് ഈ ലോകത്തിന്റെ ഭരണത്തെ എല്ലാം മാറ്റിയിട്ട് യേശു തന്റെ രാജ്യം ഇവിടെ 1000 ആണ്ട് വാഴുന്നത്. അതോടുകൂടിയാണ് സാത്താനിക ഭരണം ഇല്ലാതായിത്തീരുന്നത്. പിന്നീടുള്ളത് 1000 ആണ്ട് വാഴ്ച കഴിഞ്ഞവനെ അഴിച്ചു വിടുമ്പോൾ അല്പസമയത്തേക്കുള്ള കാലഘട്ടത്തിലുള്ള അവൻ സാത്താൻ വശീകരിൽ ജാതികളെല്ലാം കൂട്ടിവരുത്തുമെങ്കിലും അന്ന് യുദ്ധമൊന്നുമില്ല. തീ ഇറങ്ങി നശിപ്പിച്ച് കളയും. അവരെ സാത്താനെ പിടിച്ച് എതിർക്രിസ്തുവും കള്ളപ്രവാചകം കിടക്കുന്ന അഗ്നി തീപ്പോയിലേക്ക് തള്ളിക്കളയുന്നതോടുകൂടിയാണ് ഗോഗുമഗോ യുദ്ധം അവസാനിക്കുന്നത്. അത് 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷമാണ്. എന്നാൽ കർത്താവ് കാൽവറിയിൽ തുടങ്ങിയ യുദ്ധം അത് അവസാനിക്കുന്നത് യേശു ക്രിസ്തുവിനോടും അവനോട് കൂടെ വരുന്ന അവന്റെ വിശുദ്ധന്മാരോടും കൂടി യുദ്ധം ചെയ്യാൻ വേണ്ടി എതിർക്രിസ്തുവും കള്ളപ്രവാചകനും അവന്റെ സൈന്യവും കൂടി യുദ്ധത്തിന് നേരിട്ട് യേശുവിനോട് യുദ്ധം ചെയ്യാൻ വേണ്ടി നിൽക്കുന്നതാണ് ഹർമോദ യുദ്ധം. ഇപ്പൊ കാൽവറിയിൽ യേശു പാവങ്ങളെ നീക്കുവാൻ വേണ്ടി സാത്താന്റെ തലയെ തകർത്ത് അവന്റെ ആധിപത്യം ഇല്ലാതാക്കി പാവങ്ങളെ നീക്കി പാവം വിട്ടുമാറുവാൻ ആഗ്രഹിക്കുന്നവർക്ക് എല്ലാവർക്കും പാവം മാറുവാനുള്ള വഴി ദൈവം തുറന്നു തന്നു. പൊന്നാട് കർത്താവ് പറഞ്ഞ പാവങ്ങളെ നീക്കി ആരും പാപം വെച്ചുകൊണ്ടിരിക്കേണ്ട. എന്നെ കേൾക്കുന്ന ആരെങ്കിലും പാപിയാണെന്ന് തോന്നലുണ്ടെങ്കിൽ, പാപത്തിന് വിടുതൽ കിട്ടിയിട്ടില്ലെങ്കിൽ, പാപം മാറുവാനൊരു വഴി എന്താണെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ ഒറ്റ കാര്യം മാത്രം ചെയ്താൽ മതി. പാപങ്ങൾക്ക് വേണ്ടി പരിഹാരമായി തീരുവാൻ, ദൈവപ്രസാദം ചെയ്യുവാൻ വേണ്ടി ദൈവപ്രവൃത്തി തികച്ചെടുത്ത യേശുവിൽ വിശ്വസിച്ചാൽ അവരുടെ പാപം മാറും. പിന്നീട് നാം വിശുദ്ധരായി ജീവിച്ചാൽ മതി. അതാണ് കർത്താവ് ആഗ്രഹിച്ചത്. അപ്പൊ ഇത് ലോകാവസാനത്തിൽ ആരംഭിച്ചു. അപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിട്ട് അതിന്റെ 2000 വർഷമായി ഇതുവരെയും അതിന്റെ പ്രവൃത്തി പൂർത്തീകരിച്ചിട്ടില്ല. കർത്താവ് വരുമ്പോൾ ആ പ്രവൃത്തി തികയ്ക്കും. അന്ന് സാത്താനെ പിടിച്ചു കെട്ടി 1000 ആണ്ടിലേക്ക് ചങ്ങലക്കിടും. എതിർക്രിസ്തുവിനെയും കള്ളപ്രവാചകനെ അയക്കുന്ന അവസാന ലോക സാമ്രാജ്യത്വമായിരിക്കുന്ന എതിർക്രിസ്തുവിനെ ആന്റിക്രൈസ്റ്റിനെ പിടിച്ചു കെട്ടി അവന്റെ ഉപദേശവാദിക്കുന്ന കള്ളപ്രവാചകനെയും പിടിച്ചു കെട്ടി അഗ്നിത്തീപ്പോയിലേക്ക് തള്ളിക്കളയും. സാത്താനെ അന്തരം കളയത്തില്ല. കാരണം അവൻ അവസാന യുദ്ധത്തിന് വേണ്ടി, ഗോഗുമഗോ യുദ്ധത്തിന് വേണ്ടി അവനെ വെച്ചുകൊണ്ടിരിക്കും. അവനെ അവസാനമാണ് മരണത്തെ നീക്കുന്നത്. അപ്പോൾ പാപത്തെ നീക്കാൻ വേണ്ടിയാണ് കർത്താവ് ഒന്നാമത് വന്നെങ്കിൽ, ലോകാവസാനത്തിന്റെ അന്ത്യത്തിൽ യേശു രണ്ടാമത് വരുന്നത് മരണത്തെ നീക്കാൻ വേണ്ടിയാണ്. അന്ന് അവൻ അവസാനം 1000 ആണ്ട് കഴിഞ്ഞിട്ട് മരണത്തെ നീക്കുവാൻ ഇടയായിട്ട്. ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ ലോകാവസാനം എന്താണ്, ലോകാവസാനത്തിന്റെ ആരംഭം എന്താണ്, ലോകാവസാനത്തിന്റെ അന്ത്യം എന്താണെന്ന് അറിയണം. അതല്ലാതെ ചില വിചാരിക്കുന്നത് ഇപ്പോൾ അന്ത്യകാലമായതുകൊണ്ട് കാണുന്ന എല്ലാവരുടെ മേലും അഭിഷേകം പകരുമെന്ന് പറഞ്ഞു നടക്കുക. ചിലത് തെറ്റിപ്പോകരുത് കേട്ടോ. അത് വളരെ തെറ്റായൊരു ചിന്ത. അന്ത്യകാലത്ത് ഞാൻ സകല ജലത്തിന് മേലും എൻ്റെ ആത്മാവിനെ പകരുമെന്ന് പറഞ്ഞുകൊണ്ട് ചിലർ വിചാരിക്കുന്നത് ഈ അവസാനമാകുമ്പോൾ ഈ പണ്ടൊക്കെ ആയിരുന്നു മീൻ കച്ചവടക്കാരും അതുപോലെ തന്നെ പച്ചക്കറി കടക്കാരൊക്കെ ചീഞ്ഞു പോകുന്ന സാധനം എടുത്ത് കളയുമായിരുന്നു, വില കുറച്ച് കൊടുക്കുമായിരുന്നു. ഇപ്പൊ അവരും നിർത്തി. കാരണം മനുഷ്യർ വില പറയാൻ വേണ്ടി നോക്കിയിരിക്കും, എന്നിട്ട് പോയി വാങ്ങിക്കാനായിട്ട്. ഇപ്പൊ അവര് കളഞ്ഞാലും കൊടുക്കത്തില്ല. അവര് കൊട്ടി കളഞ്ഞാലും ഒറ്റ എണ്ണത്തിനും കൊടുക്കില്ല. വില മുഴുവൻ വില അവർ വാങ്ങിച്ച് കൊടുക്കുകയുള്ളൂ. ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു രീതി അല്ല ദൈവം ചെയ്തിരിക്കുന്നത്. ദൈവത്തിന്റെ പ്രമാണത്തിന് മാറ്റമില്ല. 1-ാം നൂറ്റാണ്ടിൽ എങ്ങനെ ദൈവസഭ സ്ഥാപിതമായി ഏത് രീതിയിലാണോ അഭിഷേകം പ്രാപിച്ചത് അതേ നിലവാരത്തിലാണ് കർത്താവിന്റെ സഭ. പരിശുദ്ധാത്മാവ് ഇവിടെ ഉള്ളിടത്തോളം കാലം അതിന്റെ കാര്യങ്ങൾ പോകുന്നതിന് മാറ്റമില്ല. ഒരു മാറ്റമുള്ള കാര്യമല്ല. അവിടെ ആരും വിചാരിക്കരുത് അവസാനം ആയപ്പോഴത്തേന് കുറച്ച് പേർ രക്ഷിച്ചേക്കാമെന്ന് കണ്ടുകൊണ്ട് ദൈവം തന്റെ വചനത്തിൽ ഡൈല്യൂട്ട് ചെയ്തിട്ടില്ല, വെള്ളം ചേർക്കത്തില്ല. അതിനകത്തൊരു മാറ്റമില്ല. അടിസ്ഥാന പ്രമാണങ്ങൾ മാറ്റത്തില്ല. അത് വേണമെങ്കിൽ ആൾക്കാരെ കൂട്ടാൻ വേണ്ടി ആരെങ്കിലുമൊക്കെ പ്രമാണം അഴിച്ചെന്ന് കൊണ്ടുകൊണ്ട്
ദൈവത്തിന്റെ പ്രമാണത്തിന് അഴിവൊന്നുമില്ല കേട്ടോ. അത് സ്ഥിരമായിട്ടുള്ളത്, ഒന്നും മാറ്റമില്ലാത്തതാ. അത് രക്ഷിക്കപ്പെട്ടിരിക്കണം, സ്നാനപ്പെട്ടിരിക്കണം, അഭിഷേകം പ്രാപിക്കണം എന്നുള്ള 7 അടിസ്ഥാന ഉപദേശങ്ങൾ മാറ്റമില്ല. അതിൽ യാതൊരു മാറ്റമില്ല. രക്ഷിക്കപ്പെട്ട് വിശ്വാസസ്നാനം ഏൽക്കാതെ ആരുടെ മേലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ പകരത്തില്ല. ഇനി പകർന്നാൽ, ആരുടെയെങ്കിലും പരിശുദ്ധാത്മാവിനെ പകർന്നാൽ അവർ നിശ്ചയമായും സ്നാനപ്പെട്ട് ദൈവസഭയോട് വേർപെട്ട് ആരാധിക്കും. മാറ്റമില്ലാത്ത കാര്യം, വേർപെട്ടിരിക്കും. അവർക്ക് മറ്റതുമായി ചേർന്ന് പോകാൻ കഴിയത്തില്ല. ആരുടെയെങ്കിലും മേൽ ദൈവത്തിന്റെ സത്യാത്മാവ് വ്യാപരിക്കുന്നുണ്ടെങ്കിൽ, അവരുടെ മേൽ അഭിഷേകം വ്യാപരിക്കുന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ടോ വേർപെട്ടിരിക്കും. വേർപാടെന്നുള്ളത് സത്യമാണ്. വേർപെട്ടിരിക്കും എന്നുള്ളത് യാതൊരു മാറ്റവുമില്ല. അതിന് വേർപാട് എന്താണെന്നുള്ളത് അത് ജീവിതത്തിൽ അനുഭവിച്ചെടുക്കിയ വേർപാടിനെ കുറിച്ച് അറിയത്തുള്ളൂ. വേർപാട് എനിക്കുണ്ട്. എനിക്ക് സ്നാനപ്പെടുന്നതിന് മുമ്പുണ്ടായ ജീവിതത്തിൽ നിന്ന് ഞാൻ 100% എനിക്ക് മാറ്റമുണ്ടായിട്ടുണ്ട്. അതിന് മുമ്പ് വഴി ഞാൻ പാപത്തിലായിരുന്നു, ഞാൻ ഊഹാഭോഗങ്ങളിലായിരുന്നു, സങ്കല്പങ്ങളിലായിരുന്നു. എൻ്റെ ആരാധനയും പ്രാർത്ഥനയുമുള്ള സാങ്കല്പികങ്ങളായിരുന്നു. സങ്കല്പത്തിന്റെ പാട്ടുകളും സാങ്കല്പികമായിരിക്കുന്ന ഉപമകളിലൂടെയും സാങ്കല്പികമായിരിക്കുന്ന കർമ്മ അനിഷ്ടതിലൂടെയും മുമ്പോട്ട് പോയതായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ കൃപയാൽ ക്രിസ്തുയേശുവിന്റെ വചനത്തിന്റെ പ്രകാശം വന്നു കഴിഞ്ഞപ്പോൾ ഇന്ന് ഞാൻ സങ്കല്പങ്ങൾക്കടിമകളല്ല, വചനമാകുന്ന സത്യത്തിൽ വിശ്വസിക്കുന്നുണ്ട്. അത് ഇങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കി അത് അതുപോലെ തന്നെ സംഭവിക്കും. വചനത്തിൽ വിശ്വസിക്കുന്നുണ്ട്, ഞാൻ സങ്കല്പികതയിലല്ല. എന്നെ കേൾക്കുന്ന ആരെങ്കിലും സാങ്കല്പികമായിട്ടുള്ള ഒരു തട്ടിക്കൂട്ട് വിശ്വാസത്തിലാണെങ്കിൽ അത് അപകടകരമായ കാര്യമാണ്. സങ്കല്പികമല്ല ദൈവസഭ സങ്കല്പത്തിൽ നിന്ന് വ്യത്യസ്തമായി യാഥാർത്ഥ്യമാണ് എന്നുള്ളത് ദൈവം നമുക്ക് വളരെ വ്യക്തത നൽകുന്നുണ്ട്. അതുകൊണ്ട് കൊരിന്ത്യലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്, സങ്കല്പങ്ങളായിരിക്കുന്നതെന്നെല്ലാം വിടിവിക്കുമെന്ന് ദൈവത്തിന്റെ വചനത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതേക്കുറിച്ച് ഞാനിത് പറഞ്ഞു പോയാൽ എല്ലാ കാര്യങ്ങളും എടുത്ത് പോകേണ്ടി വരും. അതുകൊണ്ട് സമയം നീണ്ടുപോകും. നമ്മുടെ പഠനം അതിന്റെ രീതിയിലേക്ക് പോകാൻ സാധ്യതകൾ വളരെയധികം സമയം പോകുന്നത് കൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതലായിട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല. സങ്കല്പങ്ങളും നിന്ന് ദൈവം നമ്മളെ വിടിപ്പാട്. അതുകൊണ്ട് ഒരിക്കലും വിശ്വാസ ജീവൻ എന്നുള്ള സങ്കല്പമല്ല, അത് യാഥാർത്ഥ്യമാണ്. അതിനെ ആ സങ്കല്പികമായിരിക്കുന്ന എല്ലാ വിഷയത്തിൽ നിന്ന് ദൈവം നമ്മളെ വിടിവിച്ചനായി ഇന്ന് രാത്രിയിൽ നാം സ്തോത്രം ചെയ്ത് കർത്താവിനെ മഹത്വപ്പെടുത്തണം. അതുകൊണ്ട് വിശ്വാസ ജീവിതം സങ്കല്പമല്ല, സാങ്കല്പികമല്ല. അതിനെ കർത്താവ് അതിനെ മാറ്റിക്കളഞ്ഞു, അതിനെ ഇടിച്ചു കളഞ്ഞു. ദൈവം നമ്മളെ ദിവസങ്ങളിൽ യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവന്നു. അതുകൊണ്ട് വേർപാടെന്നുള്ളത് സാങ്കല്പികമായിരിക്കുന്ന ഏതെങ്കിലും നിഴൽപരമായിട്ടുള്ള ഏതെങ്കിലും ശുശ്രൂഷകളിലല്ല ഇരിക്കുന്നത്, അത് സത്യമാണെന്നുള്ളത് കൊരിന്ത്യലേഖനം 2 കൊരിന്ത്യർ 10 അധ്യായം അതിന്റെ 4 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡീയങ്ങളല്ല, കോട്ടകൾ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കി എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എത്ര കുന്തിരിക്കമിട്ട ധൂപക്കുറ്റി വീശിയാലും ഒരു മനുഷ്യന്റെ പാപം മാറിപ്പോകത്തില്ല. നിങ്ങൾ എത്ര വെള്ളവസ്ത്രം ഒരു ഡെഡ് ബോഡിയെ മേലിട്ടാലും അവന്റെ പാപം മാറിപ്പോകത്തില്ല, പാപം മറയപ്പെടത്തില്ല. സങ്കല്പങ്ങളാ. ആ സങ്കല്പങ്ങൾ കോട്ടകളുമായിരുന്ന ആ ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി നിന്നിരുന്ന സകല ആരാധനകളിൽ നിന്നും എന്നെ വേർപെടുത്തി. എന്താ വേർപാടെന്ന് ചോദിക്കും. ചിലർ പറഞ്ഞത് പെന്തക്കോസ്തരുടെ വേർപാട് തേങ്ങാക്കൊലയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അല്ല പ്രിയപ്പെട്ട, ഒരു വേർപാടുണ്ട്. മറ്റു ജാതീയ ആരാധനകളിലും എല്ലാം സങ്കല്പങ്ങളിലായിരിക്കുമ്പോൾ ദൈവജനം സങ്കല്പത്തിലല്ല ഇരിക്കുന്നത്, യാഥാർത്ഥ്യത്തിലായിരിക്കുന്നത്. എന്നെ വിശുദ്ധീകരിക്കുന്നത് കുന്തിരിക്കം കൊണ്ടല്ല, എന്നെ ശുദ്ധീകരിക്കുന്നത് സാമ്പ്രാണി കൊണ്ടല്ല, എന്നെ ശുദ്ധീകരിക്കുന്ന പുറമേയുള്ള ഏതെങ്കിലും വസ്തു കൊണ്ടല്ല. അത് ശുദ്ധീകരിക്കുന്നത് യേശുവിന്റെ പുണ്യാക രക്തം കൊണ്ട്, ജീവൻ കൊണ്ടാണ് ജീവനെ ശുദ്ധീകരിക്കുന്നത്. ഒരു മനുഷ്യൻ ബ്ലഡ് ക്യാൻസർ ആയി കഴിഞ്ഞാൽ അവന്റെ ബ്ലഡ് മാറിക്കൊടുക്കുന്ന ശുദ്ധമുള്ള രക്തമാണ് കൊടുക്കേണ്ടത്. മനുഷ്യൻ പാപമംഗലമായി തീർന്നു കഴിഞ്ഞപ്പോൾ ആധുനിക മനുഷ്യന്റെ രക്തം മുഴുവൻ പാപമായി തീർന്നു. പിന്നീട് അവന്റെ ജാതിയിൽ നിന്ന് അല്ലെങ്കിൽ അവന്റെ കുലത്തിൽ നിന്നുള്ളവരെ നേരായ ജീവന്റെ മാർഗത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഒരു രക്തം അവനിൽ പകർന്നേ പറ്റുകയുള്ളൂ. അത് ശുദ്ധമുള്ള പാപമില്ലാത്ത രക്തം പകർന്നെങ്കിൽ മാത്രമേ ജീവൻ വ്യാപരിക്കുകയുള്ളൂ. അതിനുവേണ്ടിയാണ് യേശു ക്രിസ്തു 2000 വർഷം ഒരു ബ്ലഡ് ബാങ്ക് കാൽവരിയിൽ തുടങ്ങിയത്. അതിൽ നിന്ന് കണക്ഷൻ എടുത്തവർക്ക് മാത്രമേ വിടുതലുള്ളൂ. ഇന്ന് വരെയും അതുമായി ബന്ധമില്ലെങ്കിൽ പാപത്തിലും സങ്കല്പത്തിലും അടിഞ്ഞു കിടക്കുക. ബാക്കിയുള്ളതൊക്കെ
ബാക്കിയുള്ളതൊക്കെ സാങ്കല്പിക കാര്യങ്ങളാ, അതുകൊണ്ട് രക്ഷപ്പെടാൻ കഴിയത്തില്ലെന്നാൽ ഞാൻ വിശ്വസിക്കുന്ന, ഞങ്ങൾ പ്രസംഗിക്കുന്ന, ഞങ്ങൾ നിൽക്കുന്ന ദൈവസഭയുടെ കാര്യങ്ങൾ സാങ്കല്പികമല്ല, യാഥാർത്ഥ്യമാണ്, ക്രിസ്തുവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന. ഇന്ന് രാത്രി അത് മനസ്സിലായിരിക്കും. അതുകൊണ്ടാണ് കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞത്, ഇദ്ദേഹം പഴയ നിയമത്തിന്റെ ആരാധനക്കാരായിരുന്നു, അതിനുവേണ്ടി ശുഷ്കാന്തി വന്നതായിരുന്നു, നിഴലായി നിന്നതിനെ കൂടാതെ പെരുന്നാളും പെസഹയും മറ്റും ആചരിച്ച് വന്നപ്പോൾ അത് സത്യമാണെന്ന് വിചാരിച്ചു വന്ന. പക്ഷേ പൗലോസ് പറഞ്ഞു, ആടുകളുടെയും കാളുകളുടെയും രക്തങ്ങൾക്ക് പാപങ്ങളെ നീക്കുവാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് സങ്കല്പങ്ങളും ആയിരുന്ന, ഉപമകളായിരുന്ന, നിഴലായിരുന്ന ഒക്കെ ഇടിച്ചു കളഞ്ഞ്, ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനുള്ള അനുസരണത്തിനായി പിടിച്ചടക്കിയപ്പോൾ ഞങ്ങളുടെ ആയുധങ്ങൾ പോരിന്റെ ആയുധങ്ങളോ ജഡീയങ്ങളല്ല, കോട്ടകളിപ്പാൻ ദൈവത്തിൽ ശക്തിയുള്ള ദൈവവചനമാണ്. അപ്പോൾ ഈ കോട്ട കെട്ടി കാത്തിരിക്കുന്ന പൈശാചിക പാരമ്പര്യ ശക്തികളുണ്ട്. അതിനെ തകർക്കണമെങ്കിൽ ദൈവവചനത്തിന് ശക്തിയുള്ള ദൈവവചനം, അത് ശക്തിയോടെ ഘോഷിക്കപ്പെട്ട വചനം ഒരുവന്റെ ഹൃദയത്തിനകത്തേക്ക്, അവന്റെ അടഞ്ഞു കിടക്കുന്ന ഹൃദയത്തിന്റെ വാതിൽ തട്ടിയെങ്കിൽ മാത്രമേ വിടുതലുണ്ടാകുകയുള്ളൂ. അതാണ് കോട്ടകളെ തകർക്കുന്നത്. കർത്താവിന്റെ വചനം ശക്തിയുള്ളതാണ്. അപ്പോൾ ഇവിടെ പറയുകയാണ്, ദൈവത്തിന്റെ വചനം അത് ശക്തിയുള്ളതാണ്. ദൈവത്തിന് ശക്തിയുള്ളത് തന്നെ അവയാൽ ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ശക്തിയുള്ള ദൈവത്തിന്റെ വചനത്താൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാന വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ്, ഭയങ്കര അഹങ്കാരമായി ഇങ്ങനെയുള്ളവർക്ക്, ഭയങ്കര ചിന്താഗതിയാ, ഞങ്ങൾക്കൊക്കെ വലുതുണ്ടെന്നാ വിചാരിക്കുന്നത്, എന്തൊക്കെയോ ഉണ്ടെന്നാ വിചാരിക്കുന്നത്. പക്ഷേ ഈ തിരുവചന പഠനത്തിൽ ഞാൻ കാര്യം വിളിച്ചു പറയാം. ഉയർച്ച കെട്ടി നിൽക്കുന്ന കോട്ടകൾ പോലെ തോന്നുന്ന, സ്വയം സംരക്ഷണമാണെന്ന് വിചാരിക്കുന്ന എല്ലാ സങ്കല്പങ്ങളാണ് തീർന്നു പോകുന്നതാണ്, അതൊന്നും നിലനിൽക്കുന്നതല്ല. എന്നാൽ ഇവിടെ താഴ്മയാണ് തോന്നുന്ന, ഒന്നുമില്ലാന്ന് തോന്നുന്ന, രണ്ടോ മൂന്നോ പേർ കൂടി വന്ന് ആരാധിക്കുന്ന, ഏത് സമൂഹത്തിൽപ്പെട്ട എല്ലാവരും ഒന്നു ചേരുന്ന, അവിടെ നിറം നോക്കാതെ, ജാതി നോക്കാതെ, ഭാഷ നോക്കാതെ, വംശം നോക്കാതെ സകലരെയും ചേർത്ത് നിർത്തുന്ന ദൈവസഭ നോക്കുമ്പോൾ പലർക്കും അത് ഒന്നുമില്ലാന്ന് തോന്നും. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, അതിൻ്റെ അകത്ത് വ്യാപരിക്കുന്ന ശക്തിയുള്ള ദൈവത്തിന്റെ വചനത്തിന് ശക്തിയെ വ്യാപരിക്കുന്നത്. അത് വേർപെട്ടതാണ്, വേർപെട്ട ദൈവസഭയെ. അപ്പോൾ വേർപാടെന്നുള്ളത് ദൈവസഭയ്ക്കുണ്ട്. ഏതാണ് വേർപാടെന്നുള്ളത്? വസ്ത്രങ്ങളിൽ മാറ്റമുണ്ടാകും. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് മാറ്റമുണ്ടാകണം, എല്ലാ വിധത്തിലുള്ളതായ രീതിയിൽ മാറ്റമുണ്ടാകണം. പക്ഷേ അടിച്ചേൽപ്പിക്കുന്നതൊന്നും അല്ല ദൈവസഭയ്ക്കുള്ളത്. അതിനുള്ള സാധ്യത ദൈവം തന്നിട്ടുണ്ട്. പക്ഷേ വേർപാടെന്നുള്ളത് സങ്കല്പങ്ങളായിരുന്ന, ക്രിസ്തുവിന്റെ വിചാരത്തിന് പരിജ്ഞാന വിരോധമായി നിന്ന എല്ലാ ഇതിനെ ഇടിച്ചു കളഞ്ഞ് ഒരു പുതിയതൊന്ന്, താഴ്മയുള്ളത്, വിനയമുള്ളത്, സ്നേഹമുള്ളത്, ക്രിസ്തു നമ്മളിൽ പകർന്നതാണ് ദൈവസഭ എന്നുള്ളത്. അതാണ് വേർപാടെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കഥ പറഞ്ഞിരിക്കുന്ന അതേ വചനം നമുക്കൊന്നുകൂടി എടുത്ത് പറയാമെങ്കിൽ, ഇവിടെ എബ്രായ ലേഖനത്തിൽ പറഞ്ഞിരിക്കുകയാണ്. എബ്രായ ലേഖനത്തിൽ യേശു പറഞ്ഞ അതേ കാര്യം തന്നെ പൗലോസ് എടുത്തു പറയുകയാണ്. എബ്രായ ലേഖനത്തിൽ എടുത്തു പറയുകയാണ്. എബ്രായ ലേഖനത്തിന്റെ 4-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ വരുമ്പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, 12-13 വാക്യങ്ങൾ വായിക്കാം. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി, ഇരുവായത്തിലുള്ള ഏതു വാളിനേക്കാൾ മൂർച്ച ഏറിയതും, പ്രാണനെയും ആത്മാവിനെയും വഞ്ചകളെയും വേർപിടിക്കും വരെ തുളച്ചെല്ലുന്ന ഹൃദയത്തിലെ ചിന്തനങ്ങളെയും പാവങ്ങളെയും വിവേചിക്കുന്നതുമാകും. അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല, സകലവും അവന്റെ കണ്ണിന് നഗ്നവും അലർന്നതുമായി കിടക്കുന്നു, അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യം ഉള്ളത്. ആദ്യമായിട്ടാണ് കാര്യമുള്ളത്. 4-ാം അധ്യായം 13-ാം വാക്യം, ഇബ്രാഹിം 4-ാം അധ്യായം 13-ാം വാക്യം പറയുമ്പോൾ പറയുന്നത്, സകലവും അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല, സകലവും അവന്റെ കണ്ണിന് നഗ്നവും മലർന്നുമായി കിടക്കുന്നു, അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത്. രാത്രി പറയണം, യേശു പറഞ്ഞു, ലോകത്തിന്റെ പ്രഭു വരുന്നു, അവൻ എന്നോട് ഒരു കാര്യമില്ല, എനിക്ക് കാര്യമുള്ളത് എന്റെ പിതാവാം ദൈവത്തോടാ. അതാണ് കർത്താവ് തുറന്നു പറഞ്ഞത്. ഞാൻ വന്നത് എങ്കിലും ഞാൻ പിതാവിനെ സ്നേഹിക്കുന്നു എന്നും പിതാവ് എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ ചെയ്യുന്നുവെന്നും ലോകമറിയട്ടെ, എഴുന്നേൽപ്പിൻ നാം പോകാന്ന് പറഞ്ഞത്. അപ്പൊ കർത്താവ് പറഞ്ഞു, ഇവൻ എന്നോടൊരു കാര്യവുമില്ല, എന്നാൽ എനിക്ക് കാര്യമുള്ളത് സ്വർഗീയ പിതാവിനോടാ. ഇന്ന് രാത്രിയിൽ ഈ ദൈവനെ കേൾക്കുന്ന എനിക്ക് നിങ്ങൾക്ക് നെഞ്ചത്ത് കൈവച്ച് പറയാൻ കഴിയുമോ? അതെ, എന്റെ ദൈവമേ, അങ്ങേക്ക് മുമ്പിൽ സകലവും നഗ്നവും മലർന്നുമായി കിടക്കുന്നു. നിനക്ക് മറിഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല, എല്ലാം നിനക്കറിയാം. എന്റെ അന്തരീയങ്ങളെ അറിയുന്ന, എന്റെ ആരംഭ അവസാനങ്ങളെ അറിയുന്ന, എന്നെ നന്നായി അറിയുന്ന ദൈവമേ, നിന്നോടുമായിട്ടാണ് എനിക്ക് കാര്യമുള്ളത്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ നമുക്ക് പറയാം, യേശു പറഞ്ഞ അതേ രീതിയിൽ പറയാം, എനിക്ക് കാര്യമുള്ളത് എൻ്റെ ദൈവത്തോടാണ്. അത് ഈ ലോകത്തിലെ ദൈവത്തോടല്ല,
ഈ ലോകത്തിന്റെ പ്രഭുവിനോടല്ല. എനിക്ക് കാര്യമുള്ളത് എന്നെ സൃഷ്ടിച്ച് എന്നെ വിടുവിച്ച എന്നെ ചേർക്കുവാൻ വരുന്ന എന്റെ ദൈവത്തോടാണ് കാര്യമുള്ളത്. പിതാവാം ദൈവത്തോട് കാര്യമുള്ളത് പോലെ പിതാവാം ഇവനോട് കാര്യമുള്ളതെന്ന് പുത്രനാണ് യേശു പറഞ്ഞതുപോലെ രാത്രി 10 പേർക്ക് പറയാൻ കഴിയും, എനിക്ക് എനിക്ക് കാര്യമുള്ളത് എൻ്റെ യേശുവിനോടാണ്. അത് എന്നെ നയിക്കുന്ന പരിശുദ്ധാത്മാവിനോടാണ്, എന്നെ സ്നേഹിക്കുന്നതിന്റെ പിതാവാം ദൈവത്തോടാണെന്ന് പറയുവാൻ രാത്രി നമുക്ക് സാധിച്ചിരുന്നെങ്കിൽ ഈ പഠനം കൊണ്ട് പ്രയോജനകരമായി തീരുമായിരുന്നു. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, ശിഷ്യന്മാർ പറഞ്ഞു, അവൻ വരുന്നുണ്ട്, അവന്റെ പ്രവൃത്തി ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്, അവൻ എന്നെ കൊല്ലാൻ വേണ്ടി വരുന്നതാ. പക്ഷെ അത് അവന്റെ നാശമാണെന്ന് അവൻ അറിയത്തില്ല. ദൈവമക്കളെ, നമുക്കെതിരെ ശത്രു വന്നാൽ അത് അവൻ നമുക്കെതിരെ വരുമ്പോൾ ദൈവം അറിയാതെ നമ്മുടെ തലയിൽ നിന്ന് ഒരു മുടി താഴെ പോകത്തില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, പിതാവ് അറിയാതെ ഒന്നും സംഭവിക്കുകയില്ല. പിതാവ് എന്നെ അയച്ചിരിക്കുന്നത് അവന്റെ സ്നേഹം വെളിപ്പെടുത്താൻ വേണ്ടി. നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചല്ലോ, പിതാവാം ദൈവത്തിന്റെ സ്നേഹം ലോകത്തെ സ്നേഹിച്ച സ്നേഹമാ. ലോക സൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി മറച്ചു വെച്ചിരുന്നത്. ആ തേജസ് വെളിപ്പെടണമെങ്കിൽ യേശു തേജസ്സില്ലാത്തവൻ ലോകത്തിൽ വന്ന് മരിക്കണമായിരുന്നു. എങ്കിൽ മാത്രമേ നമുക്ക് വേണ്ടി മറച്ചു വെച്ചിരുന്ന മനുഷ്യവംശത്തിന് മറച്ചു വെച്ചിരുന്ന തേജസ് വെളിപ്പെടുകയുണ്ടായത് പ്രാപിക്കാൻ കഴിയത്തും. അതുകൊണ്ടാണ് ലോകത്തിന്റെ പ്രഭുക്കന്മാർ അവനെ അറിയാതെ വണ്ണം, ഈ ലോകത്തിന്റെ ദൈവമായിരിക്കുന്ന സാത്താൻ അറിയാതെ വണ്ണം, യേശുവിനെ അറിയാതെ വണ്ണം ക്രൂശിക്കുവാൻ വേണ്ടി അവർ ഒരുമിച്ച് കൂടിയത് ദൈവ പദ്ധതിയായിരുന്നു. അങ്ങനെ യേശു മരിച്ചില്ലായിരുന്നെങ്കിൽ നമുക്ക് തേജസ് പ്രാപിപ്പാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് കൊരിന്ത്യർ ലേഖനം അവിടെ വായിക്കുമ്പോൾ 2-ാം അധ്യായത്തിൽ പറയുന്നത് 9-ാം വാക്യം, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരിക്കലും കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യ ഹൃദയത്തിലും തോന്നിട്ടില്ല എന്ന് എഴുതിയിരിക്കുന്നവന്റെ അർത്ഥം, നമുക്ക് വേണ്ടി തേജസ്സിന്റെ കർത്താവിനെ അവർ ക്രൂശിച്ചത് തേജസ്സില്ലാത്ത എന്നെയും നിങ്ങളെയും തേജസ്സിന്റെ മക്കളാക്കി തീർക്കുവാൻ വേണ്ടിയായിരുന്നു. അനേക പുത്രന്മാരെ തേജസ്സെങ്കിലേക്ക് നയിക്കുമ്പോൾ അവരുടെ രക്ഷാ നായകനെ കഷ്ടാനുഭവങ്ങളാൽ അവനെ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു, ഹിതമായിരുന്നു, പിതാവിന് ഹിതമായിരുന്നു. അതാണ് ദൈവത്തിന്റെ കൽപ്പന, അതായത് ദൈവത്തിന്റെ ഇഷ്ടം, ദൈവത്തിന്റെ സ്നേഹം അതായിരുന്നു. മനുഷ്യനെ സ്നേഹിച്ചു. അപ്പോൾ നമ്മെ സ്നേഹിച്ചപ്പോൾ കഥ പറഞ്ഞു, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. 64-ാം അധ്യായം 4-ാം വാക്യത്തെ ഇങ്ങോട്ടെടുത്ത് വിവർത്തനം ചെയ്ത് പൗലോസ് രേഖപ്പെടുത്താണ് ഈ വചനം. ഇവിടെ പറയുന്നത്, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല. അപ്പോൾ യേശു ക്രിസ്തുവാകുന്ന തേജസ്സിന്റെ ക്രിസ്തുവിനെ ക്രൂശിച്ചതിന്റെ കാരണം, അവൻ കാൽവറിയിൽ ഉയർത്തപ്പെടാൻ ഇടയാറ്റുന്നത്, അവൻ മരിച്ച് അടക്കപ്പെട്ട ഒരു മാംസപിണ്ഡം പോലെ ആ ക്രൂശിൽ ഒരു കൊടിയായി തൂക്കപ്പെട്ടതിന്റെ ഉദ്ദേശം തേജസ്സില്ലാത്ത മനുഷ്യവംശം അവനെ നോക്കി തേജസ് പ്രാപിക്കാൻ വേണ്ടി. അതുകൊണ്ടാണ് പറയുന്നത്, അവങ്കിലേക്ക് നോക്കിയുടെ മുഖം പ്രകാശിതമായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയതുമില്ല. രാത്രിയിലും ദൈവമുഖത്തേക്ക് നോക്കുമ്പോൾ നമ്മുടെ തേജസ്സുമേൽ തേജസ് വർദ്ധിക്കുക. ഓരോ ദിവസവും രാവിലെ എഴുന്നേറ്റ് മുട്ടുകുത്തി ഉയരത്തിലേക്ക് നോക്കി പറയണം, കർത്താവേ, ഇന്നലേക്കാൾ കൂടുതൽ ഇന്ന് അങ്ങയുടെ തേജസ് തരണമേ എന്ന്. രാത്രി കഴിയുമെങ്കിൽ കിടക്കുന്നതിന് മുമ്പ് മുട്ടുകുത്തി ഉയരത്തിലേക്ക് നോക്കി പറയണം, കർത്താവേ, ഞാൻ അങ്ങിലേക്ക് നോക്കുകയാണ്, എന്റെ തേജസ് നീ വർദ്ധിപ്പിക്കണമേ. അവങ്കിലേക്ക് നോക്കിയുടെ മുഖം പ്രകാശിതമായി. ഓരോ ദിവസവും യേശുവിലേക്ക് നോക്കുന്നവരുടെ മുഖം പ്രകാശിതമായി തീരുക. ഇന്ന് രാത്രിയിലും ഈ തിരുവചന കൂടിവരവിൽ, നമ്മുടെ ആരാധനയിൽ, നമ്മുടെ പ്രാർത്ഥനയിൽ നാം കൂടി വരുന്നത് നാം ഇരുളായി തീരുവാൻ വേണ്ടിയല്ല. ഇരുൾ മാറി ഓരോ ദിവസവും നാം കൂടുതലായി ദൈവത്തോട് അടുക്കുന്തോറും, അവന്റെ മുഖത്തേക്ക് നോക്കുന്തോറും അവരുടെ മുഖം പ്രകാശിതമായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയതുമില്ല. രാത്രിയിലും ഉറക്കെ പറയണം, എന്റെ യേശുവിന്റെ മുഖത്തേക്ക് നോക്കുന്നത് കൊണ്ട് എന്റെ ഇരുൾ മാറുകയും എന്റെ ജീവിതത്തിൽ വന്ന സകല കുറവുകളെയും പരിഹരിച്ച് എന്നെ ശോഭയുള്ളതാക്കി തീർക്കുന്നതാണ്. അവന്റെ മുഖത്തേക്ക് നോക്കി, പിതാവേ, എന്നോട് ക്ഷമിക്കണം, എന്നോട് കരുതണ്ട തോന്നണം, എന്റെ ജീവിതത്തിൽ വന്ന കുറവുകളെ ക്ഷമിക്കണമെന്ന് ദൈവത്തോട് നോക്കി പ്രാർത്ഥിച്ച് ദിവസങ്ങളിൽ മുന്നേറാമെങ്കിൽ നമ്മുടെ മുഖം പ്രകാശിതമായി തീരുമെന്ന് പറഞ്ഞാൽ പരിജ്ഞാനമുള്ളവരായി തീരും. നമ്മൾ ലജ്ജിച്ചു പോകുവാൻ ഇടയാകത്തില്ല. യേശു വരുമ്പോൾ ലജ്ജിക്കേണ്ടി വരത്തില്ല. അന്ത്യ ന്യായവിധിയിൽ, അല്ലെങ്കിൽ ഒടുക്കത്തെ നാളിലെ ന്യായവിധിയിൽ അവിടെ ലജ്ജിച്ച് നിൽക്കേണ്ടി വരത്തില്ല. നഗ്നനായി നിൽക്കേണ്ട ആവശ്യമില്ല. പാപം ചെയ്ത് പാപത്തിൽ മരിക്കുന്നവർ അവൻ പുനരുത്ഥാനം പ്രാപിക്കുമ്പോൾ നിത്യക്കും ലജ്ജയ്ക്കുമായിട്ട് എഴുന്നേൽക്കുമെന്ന് പറയുന്നു. എന്നാൽ അവങ്കിലേക്ക് നോക്കി യേശുവിനോട് പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് രക്ഷിക്കപ്പെട്ട ദൈവജനം ഓരോ ദിവസവും ദൈവത്തെ നോക്കി ആരാധിക്കുന്നത് നമ്മുടെ തേജസ് വർദ്ധിപ്പിക്കാൻ വേണ്ടി. ആ ദിവസങ്ങളിൽ നമ്മുടെ തേജസ്സുമേൽ തേജസ് വർദ്ധിപ്പിച്ച് അവന്റെ അതേ പ്രതിമയായി രൂപാന്തരപ്പെടാൻ വേണ്ടി ആ സ്വർഗത്തിലേക്ക് നോക്കുന്ന, അവങ്കിലേക്ക് നോക്കിയവരുടെ മുഖം പ്രകാശിതങ്ങളുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. തേജസ്സിന്റെ ക്രിസ്തുവിനെ
ക്രൂശിക്കത്തില്ലായിരുന്നു. അവൻ ക്രൂശിക്കപ്പെട്ടത് നമുക്ക് തേജസ് നൽകാൻ വേണ്ടി. സാത്താൻ അറിയത്തില്ലായിരുന്നു. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ വരുന്നുണ്ട്, അവൻ വരുന്നത് എന്നെ കൊല്ലാൻ വേണ്ടിയാ, എന്നെ എന്നെ ഒറ്റുകൊടുത്ത് അവൻ എന്റെ ശിഷ്യനായിരിക്കുന്ന യൂദയെ കയ്യിലെടുത്തു. സാത്താൻ അവനിൽ കടന്നു. അവനെ ഒറ്റുകൊടുക്കാൻ വേണ്ടി, ദൈവത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിവർത്തിയിരിക്കപ്പെടാൻ വേണ്ടി അവൻ ഇറങ്ങിയിരിക്കുകയാണ്. അവൻ വന്ന് അവൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ എന്നെ പിടിക്കാൻ വേണ്ടി വരുന്നുണ്ട്, എഴുന്നേക്ക് നമുക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ പിടിക്കപ്പെടുവാൻ തയ്യാറായി. സാത്താന്റെ പ്ലാനായിരിക്കുന്ന യേശുവിനെ കൊന്നുകളയണമെന്നുള്ള പ്ലാൻ അവിടെ അവർ ചെയ്തപ്പോൾ അത് ദൈവത്തിന്റെ മുൻനിർണയപ്രകാരമുള്ള ലോകസ്ഥാപനത്തിന് മുമ്പുള്ള ദൈവ നിശ്ചയമായിരുന്നു. അതുകൊണ്ടാണ് ലോകസ്ഥാപനത്തിന് മുമ്പ് നമുക്കൊരുക്കിയിരിക്കുന്ന ആ തേജസ് പ്രാപിച്ചെടുക്കാൻ വേണ്ടി തേജസ്സുള്ള കർത്താവ് തേജസ് ഇല്ലാത്തവനായി ലോകത്തിൽ വന്ന് നമുക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് അവനിൽ വിശ്വസിക്കുന്നവർക്ക്, അവങ്കിലേക്ക് നോക്കിയവർക്ക് പ്രകാശിതമായി തീരുവാൻ കഴിയുന്നതിന്റെ കാരണം ക്രിസ്തു മുഖാന്തരമായി നമുക്ക് തന്നിരിക്കുന്ന പാപമോചനവും വിടുതലും സ്വാതന്ത്ര്യവും തേജസ്സുമാണ് നാം അനുദിനം പ്രാപിച്ച് അവന്റെ അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നത്. കർത്താവ് വരുന്നുണ്ട് എങ്കിലും അതുകൊണ്ട് പിശാച് അവന്റെ തന്ത്രങ്ങളുമായി ഏതെങ്കിലും വിധത്തിൽ സത്യത്തിൽ നിൽക്കുന്ന ദൈവമക്കൾക്കെതിരെ പ്ലാനും പദ്ധതിയുമായി വന്നാൽ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. നമ്മുടെ കർത്താവ് അറിയാതെ ഒരു തലമുടി പോലും നിലത്ത് വീഴുവാൻ സമ്മതിക്കത്തില്ല. ഇനിയല്ല, ദൈവം അനുവദിച്ചു കൊടുക്കുകയാണ്. ഞാൻ പറയട്ടെ, രക്തപ്പുഴകൾ ഒഴുകും. ഇവിടെ ദൈവഭക്തന്മാരുടെ തലകൾ ഛേദിക്കപ്പെടും, രക്തമൊഴുകും. ഭൂമി രക്തം കുടിച്ച് എന്ന് പറഞ്ഞാൽ അത് രക്തം കുടിക്കും. വലിയ വലിയ കൊലപാതകങ്ങൾ, തലഛേദനം ചെയ്യുന്ന ദൈവവിശ്വാസി കൊണ്ട് നിൽക്കുന്നവരുടെ തലവരെയും ഛേദിക്കപ്പെടുന്ന ഒരു കാലഘട്ടം വരാൻ പോവുകയാണ്. അത് വരും പ്രിയപ്പെട്ടവരെ. എതിർക്രിസ്തുവിന്റെ ഭരണസമയത്ത് അത് ഉണ്ടാകും. എന്നാൽ അതിന് മുമ്പായി ദൈവത്തിന്റെ പരിശുദ്ധാത്മ ഒരുക്കിയെടുക്കുന്ന സഭ ഈ ദിവസങ്ങളിൽ അത് ഒരുങ്ങിക്കോണം. യേശു കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ വേണ്ടിയും ഞാൻ രാത്രി ആഹ്വാനം ചെയ്യുകയാണ്. അപ്പോൾ വരാൻ പോകുന്നത് വലിയൊരു വിപത്തുണ്ട്, വലിയൊരു കാര്യം വരാൻ പോകുന്നുണ്ട്. പക്ഷെ അന്നും യേശുവിന് വേണ്ടി ജീവൻ വരെ കൊടുക്കാൻ വേണ്ടി വലിയൊരു കൂട്ടം ആൾക്കാരെ ലോകത്തിൽ ദൈവം കണ്ടിട്ടുണ്ട്, പരിശ്രമം കണ്ടിട്ടുണ്ടെന്നുള്ളതും ഞാൻ ഈ രാത്രിയിൽ ദൈവ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ പറയും. കാരണം ക്രിസ്തുവിനെ അക്ഷയമായി സ്നേഹിക്കും തോറും അവന്റെ പദ്ധതിക്കൊത്തോണം ഓരോ കാലഘട്ടത്തിനനുസരിച്ച് നിൽക്കുന്നവരാണ് തികവിലേക്ക് എത്തുക. ഇപ്പോഴത്തെ തികവിലേക്ക് എത്തുക എന്നുള്ളത് പൈശാചിക അവന്റെ വഞ്ചനയുടെ മുഴുവനും അവന്റെ സകല വഞ്ചനകളെയും അതിജീവിച്ചുകൊണ്ട് അവന്റെ സങ്കല്പങ്ങളിൽ പെട്ടുപോകാതെ അവന്റെ കണക്കൂട്ടിൽ പെട്ടുപോകാതെ മാറി നിൽക്കുന്ന ദൈവമക്കളാണ് തികവുള്ളവരായി തീരുന്നത്. അവരെ ചേർക്കുവാൻ വേണ്ടി യേശു വരുന്നു. അതാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങളെ ചേർക്കാൻ ഞാൻ വീണ്ടും വരാമെന്ന്. കർത്താവ് ഞാൻ ഇരിക്കുന്നത് നിങ്ങളെ ഇരുത്തുവാൻ വേണ്ടി ഞാൻ വരാമെന്ന് പറഞ്ഞാണ് 14-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടരുത്, ഭ്രമിക്കരുത്, വിശ്വസിപ്പിൻ എന്നൊക്കെ പറഞ്ഞ് കർത്താവ് പറഞ്ഞതിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ചിന്തിപ്പാടിയാത്ത. അപ്പോൾ ഇവിടെ ഈ പറയാണ്, പിതാവ് എന്നോട് കൽപ്പിച്ചതൊക്കെ ഞാൻ ചെയ്യുന്നു, ലോകമറിയട്ടെ, അതുവരെയും കർത്താവ് പറഞ്ഞു ആരോടും പറയരുതെന്നാണ്. യേശു തന്റെ ശിക്ഷകണത്തോട് പ്രത്യേകമായിരിക്കും ദൗത്യം പറഞ്ഞിട്ട് നമുക്ക് പല ഭാഗങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. യേശു ദൈവത്തിനാണെന്നൊക്കെ പറഞ്ഞ് വെളിപ്പെടുത്തിയ ശേഷം മറുമലയിലും കർത്താവ് വെളിപ്പെട്ട ശേഷം കർത്താവ് പറഞ്ഞു, ഇത് നിങ്ങൾ ആരോടും പറയരുത് എന്ന് പറയട്ടെ. ഇപ്പോഴെങ്ങും പറയരുത്, പറയേണ്ട ഒരു സമയമുണ്ട്, അത് മാത്രമേ പറയാവുള്ളൂ, ഇപ്പോൾ പറയരുത് എന്ന് പറഞ്ഞ് കർത്താവ് ശിഷ്യഗണത്തെ അങ്ങനെ രഹസ്യമായി വെച്ചെങ്കിൽ കർത്താവിടെ തന്റെ ശുശ്രൂഷ വന്ന് തീരാൻ പോകുക. എന്നതിന്റെ അർത്ഥം സാത്താൻ യേശുവിനെ പിടിക്കാൻ വേണ്ടി, യേശുവിനെ കൊല്ലാൻ വേണ്ടി അവൻ പ്ലാൻ ചെയ്തപ്പോൾ യേശു ആ രഹസ്യം പറഞ്ഞു. ഇനി വിളിച്ചു പറഞ്ഞു, ലോകമറിയട്ടെ ഞാൻ മരിക്കാൻ പോവുകയാണെന്നുള്ളത്. എന്തിനു വേണ്ടിയാണ് ഞാൻ മരിക്കുന്നുള്ളത്? കർത്താവ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ദൈവത്തിന്റെ സ്നേഹം വെളിപ്പെടുത്താൻ വേണ്ടിയാണ്. പിതാവാം ദൈവം പുത്രനാം ദൈവത്തിലൂടെ നമ്മെ സ്നേഹിച്ചതുകൊണ്ട് നാം നശിച്ചു പോകാതെ നിത്യജീവനെ പ്രാപിപ്പാൻ തന്റെ സ്വന്തം പുത്രനെ കർത്താവ് ഏൽപ്പിച്ചു തന്നു എന്നുള്ളതാണ് ഇവിടെ കർത്താവ് പറയുന്നത്. അത് ലോകമറിയട്ടെ, ലോകത്തിൽ പരസ്യമായി പ്രസ്താവിക്കാൻ വേണ്ടിയാണ് യേശുവിന്റെ മരണം എന്നുള്ളത് കൊണ്ടാണ് ലോകമറിയ. കർത്താവ് പറഞ്ഞു, ഇനി മുതലുള്ള സംഭവങ്ങളെല്ലാം ലോകമറിയേണ്ടതാണ്. ഇതുവരെ ഞാൻ പറഞ്ഞതെല്ലാം രഹസ്യമായിരുന്നു. കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഇത് സംഭവിക്കുമ്പോൾ പറയരുത് എന്ന് പറഞ്ഞ് അവരോട് അമർച്ചയായി കൽപ്പിച്ചിരുന്നു. യേശു ദൈവമാണെന്നോ അല്ലെങ്കിൽ യേശുവാണ് ചെയ്തതെന്നോ അവനെ പ്രസിദ്ധിപ്പെടുത്തുവാനോ ചെയ്യാതിരിക്കാൻ വേണ്ടി രഹസ്യത്തിലാണ് കർത്താവ് ഇവിടെ പറഞ്ഞത്. കാരണം സാത്താൻ ഇറങ്ങി വരണം യേശുവിനെ പിടിക്കുവാൻ, യേശുവിനെ കൊല്ലുവാൻ വേണ്ടി അവൻ ഒരുങ്ങി വരണം. അവൻ ഒരിക്കലും സംശയമിട്ട് യേശുവിനെ കൊല്ലാതിരിക്കും. ദൈവത്തിന്റെ സമയമായപ്പോൾ യേശു ക്രൂശിക്കപ്പെടണമെന്നുള്ളത് അത് അതിന്റെ സമയമായപ്പോൾ യേശുവിന് അറിയാം സമയമായി. അവൻ പിടിക്കാൻ വേണ്ടി കൊല്ലാൻ വേണ്ടി വരുന്ന കണ്ടപ്പോൾ യേശു പറഞ്ഞു, ലോകം ഇനി അറിഞ്ഞോട്ടെ,
ലോകമറിയേണ്ട കാര്യമാണ്. റോമയ്ക്ക് ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു, പരസ്യമായി ക്രൂശിൽ പ്രദർശിപ്പിക്കുവാൻ പോകുന്നതിനെ കുറിച്ച് പറഞ്ഞത്. മോശ പിച്ചളസർപ്പത്തെ ഉയർത്തിയതുപോലെ തന്നെ ആ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു എന്ന് യേശു പറഞ്ഞപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പരസ്യമാക്കാൻ പോവുകയാണ്, ഇനി വെളിപ്പെടുത്താൻ പോവുകയാണ്. എല്ലാവർക്കും വേണ്ടി യേശു ക്രിസ്തുവിന്റെ ആ നീതികരണ പ്രവൃത്തിയെ വെളിപ്പെടുത്തുവാൻ പോകുന്നു എന്നാണ്, പ്രദർശിപ്പിക്കാൻ പോകുന്നു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അത് പരസ്യപ്പെടുത്താൻ പോകുന്ന പ്രവൃത്തിയുടെ സമയമായപ്പോൾ കർത്താവ് അത് പറയുവാനിടയായി തീർന്നു. അത് അതിന്റെ റോമക്കലിൽ 3-ാം 21-ാം വാക്യം, വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവം തന്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തന്റെ നീതിയെ പ്രദർശിപ്പാൻ താൻ നീതിമാനും യേശു വിശ്വസിക്കുന്ന നീതിയിരിക്കുന്നതിനും ആകേണ്ടതിന് ഇക്കാലത്ത് തന്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ തന്നെ അങ്ങനെ ചെയ്തത്. എങ്ങനെ ചെയ്തത്? ലോകമറിയട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. രാത്രിയിൽ സുവിശേഷം പരസ്യമായി പ്രസ്താവിക്കുന്നത്, രഹസ്യമാക്കാതിരിക്കുന്നതിന്റെ കാരണം, ഈ പുസ്തകം എഴുതി എല്ലാവരുടെയും കാര്യങ്ങൾ എത്തിക്കുന്നത്, എല്ലാവർക്കും അക്ഷരാഭ്യാസം കൊടുത്തത്, കണ്ണിന് വായിക്കാനുള്ള അറിവ് കൊടുത്തത്, ജ്ഞാനം കൊടുത്തത്, ഇന്നത്തെ ആധുനിക ടെക്നോളജി എല്ലാം വന്നത് യേശുവിന്റെ വചനം ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക്, രാജ്യങ്ങളിലേക്ക് നീങ്ങാൻ വേണ്ടി ഒരിടത്ത് തടസ്സമിട്ടാൽ വേണമെങ്കിൽ പുസ്തകം കത്തിച്ചു കളയാൻ കഴിയുമായിരിക്കും. പക്ഷേ ക്രിസ്തുവിന്റെ വചനത്തെ ഹൃദയത്തിൽ നിന്ന് കത്തിച്ചു കളയാൻ ആർക്കും കഴിയത്തില്ല. ഹൃദയത്തിനുള്ളിൽ എഴുതിയിരിക്കുന്ന യേശുവിന്റെ പ്രമാണം എഴുതിയിരിക്കുന്ന വ്യക്തിയെ കത്തിച്ചു കളഞ്ഞാലും തീർന്നു പോകുന്നില്ല. അതിൽ നിന്ന് ചാമ്പൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്നതാണ് ദൈവസ്നേഹം, ദൈവപ്രവൃത്തി. അവർക്ക് മരണമില്ല, നിശ്ചയമായിട്ടും നിത്യതയിൽ അവർ കാണും. അതുകൊണ്ട് ലോകത്തിന് ഒരുപക്ഷെ വേണമെങ്കിൽ പുസ്തകങ്ങൾ കത്തിച്ചു കളയാമായിരിക്കും, ലോകത്തിന് വേണമെങ്കിൽ ദൈവമക്കളെ ഇല്ലാതാക്കാൻ കഴിയുമായിരിക്കും. പക്ഷേ അവരുടെ ഉള്ളിൽ എഴുതിയിരിക്കുന്ന വചനം അതിനെ നശിപ്പിക്കുവാൻ ഇവിടുത്തെ ഒരു തീക്കും കഴിയത്തില്ല, ഇവിടുത്തെ ഒരു മരണത്തിനും കഴിയത്തില്ല. കാരണം ക്രിസ്തുവിന്റെ വചനം എന്നേക്കും നിലനിൽക്കുന്നതുകൊണ്ട് നാമും എന്നേക്കും. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത്, ഞാൻ ജീവിക്കുന്നത് മൂലം നിങ്ങളും ജീവിക്കും. രാത്രിയിൽ വാക്തത്വത്തിനായി ഞാൻ സ്തോത്രം. ഇവിടെ കർത്താവ് പറഞ്ഞ ലോകം അറിയട്ടെ എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞത് അതാണ് പൗലോസ് രേഖപ്പെടുത്തത്, അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. യെരൂശലേമാകുന്ന ഗോൽഗോഥായി, യെരൂശലേം നഗരത്തിന്റെ അടുത്തുള്ള ആ തലയോടിടമെന്ന് അർത്ഥമുള്ള സ്ഥലത്ത് കർത്താവ് പറഞ്ഞു, ലോകമറിയുവാൻ വേണ്ടി പരസ്യമായി തൂക്കാൻ പോകുകയാ. 2000 വർഷം മുമ്പ് കാൽവരിയിൽ പരസ്യമായി ഉയർത്തിയ ആ ക്രൂശ് ഇന്നും പരസ്യമായി, അതെ, അവിടെ നമുക്ക് കാണാൻ കഴിയത്തില്ലെങ്കിലും അവിടെ തൂക്കപ്പെട്ട ഒരുവൻ ഇന്നും ജീവിക്കുന്നുണ്ട്. ഇന്ന് ശ്രദ്ധിച്ചു നോക്കാൻ കഴിയുമെങ്കിൽ 2000 വർഷം മുമ്പ് മനുഷ്യപാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി തൂക്കപ്പെട്ട യേശുവിന്റെ രക്തം ധാരധാരയായി ഒഴുകിയത് മുഖാന്തരമായി മനുഷ്യപാപത്തിന് പരിഹാരം വന്നു. അവന്റെ കല്ല് തുറക്കപ്പെട്ടവൻ ഉയർത്തെഴുന്നേറ്റെന്നുള്ളത് ഇന്നും സാക്ഷ്യമായി നിൽക്കുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പരസ്യപ്പെടുത്തി കർത്താവ് ഈ സുവിശേഷം പരസ്യമാക്കി കൊടുത്തു. അതുവരെ രഹസ്യമായിരുന്നെങ്കിൽ അത് പരസ്യമായി കർത്താവ് ലോകമറിയട്ടെ, അതെ, ഞാൻ മരിക്കാൻ പോകുകയാ, പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ദൈവത്തിന്റെ സ്നേഹപ്രകാരം എന്നോട് കൽപ്പിച്ച കൽപ്പന നിവർത്തിയിരിക്കാൻ പോവുക. സാത്താൻ വരുന്നു, അവൻ എന്നോട് ഒരു കാര്യമില്ല, അവൻ എന്നെ കൊല്ലും, പക്ഷേ അതിന്റെ പിമ്പിൽ ഒരു കാര്യമുണ്ട്, അവന്റെ തല തകർക്കപ്പെടാൻ പോകുക. അതുകൊണ്ട് എഴുന്നേൽക്കുവിൻ, നാം പോക എന്ന് പറഞ്ഞ് യേശു ശിഷ്യന്മാരുമായി ആ വിരിച്ചൊരുക്കി വൻമാളികയിൽ നിന്ന് തിരുവത്താഴത്തിന്റെ ശുശ്രൂഷ നിർവഹിച്ച ശേഷം യേശു മരണത്തിനായി മുൻപോട്ട് പോകുന്ന ഭാഗത്തെയാണ് ഇവിടെ രേഖപ്പെടുത്തിയത്. അതുകൊണ്ട് അവിടെ എഴുന്നേൽപ്പിൻ, നാം പോകാൻ, ലോകം അറിയട്ടെ. അതുവരെയും രഹസ്യത്തിലാണ് കർത്താവ് എല്ലാ ശുശ്രൂഷയും ചെയ്തത്. ആരോടും പറയരുതെന്ന് അമർച്ചയായി കൽപ്പിച്ചിരുന്നു. ഈ കാര്യം നിങ്ങൾ ആരോടും പറയരുതെന്ന് പറഞ്ഞു. കർത്താവ് അങ്ങനെ പറഞ്ഞെങ്കിൽ കർത്താവ് പറയാണ്, ലോകം അറിയട്ടെ. അവന്റെ എല്ലാ പദ്ധതികളും അവൻ തികയ്ക്കുകയാണ്. യേശുവിൽ ഉണ്ടായിരുന്ന സകല പദ്ധതികളും പൂർത്തീകരിക്കപ്പെടുന്നു കണ്ടു കഴിഞ്ഞപ്പോൾ അവനെ പിടിക്കാൻ വേണ്ടി ലോകത്തിന്റെ പ്രഭു വരുന്നെന്ന് കണ്ടപ്പോൾ, അവന്റെ പടയാളികൾ അവന്റെ കാര്യങ്ങളെല്ലാം ക്രമപ്പെട്ടെന്ന് കണ്ടപ്പോൾ യേശു പറഞ്ഞു, സമയമായി, ലോകമറിയട്ടെ, നാം എഴുന്നേൽപ്പിൻ, നാം പോകാമെന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് പുറപ്പെടുന്നതിനെ കുറിച്ചാണ് ഇവിടെ രേഖപ്പെടുത്തിയത്. അതേക്കുറിച്ച് രേഖപ്പെടുത്തിയത് മർക്കോസ് സുവിശേഷം 14-26, ലൂക്കോസ് സുവിശേഷം അതിന്റെ 14-39, മത്തായി 24-30 ഒക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അവർ സ്തോത്രം പാടിയ ശേഷം ഒലിമലയ്ക്ക് പോയെന്നാണ്.
ഒലിമലയിലേക്ക് പോയ സംഭവത്തെക്കുറിച്ചാണ് പിന്നീടുള്ളത്. പിന്നെ ഒലിമലയിൽ ചെന്നതിന് ശേഷം സംസാരിക്കുന്ന കാര്യങ്ങളാണ് 15-ാം അധ്യായം. രാത്രിയിൽ ഈ മർക്കോസിന്റെ അല്ലെങ്കിൽ മാളി മുറിയിൽ വിളിച്ചൊരുക്കി വൻമാളിയിൽ നിന്ന് സംസാരിച്ച വിഷയം തീർന്ന ശേഷമായി കർത്താവ് ഒലിവുമലയിലേക്ക് പുറപ്പെട്ടു പോയി. ഒലിവുമലയിൽ ചെന്ന ശേഷമായി തന്റെ ശിഷ്യന്മാരോട് കർത്താവ് സംസാരിക്കുന്ന ഭാഗമാണ് 15-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ബാക്കിയുള്ള ഭാഗങ്ങൾ. അതിലേക്കാണ് നമ്മളിന്ന് പ്രവേശിക്കുന്നത്. അപ്പോൾ കർത്താവ് ലോകമറിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീടുള്ള കാര്യങ്ങൾ നിവർത്തിച്ച നമുക്കറിയാം കർത്താവിന്റെ ക്രൂശീകരണമാണ്. അത് ലോകമറിയുവാനിടയാത്ത ഞാൻ അതിലേക്ക് വരും. രാത്രിയിൽ തുറന്നുള്ള ഭാഗത്തേക്ക് നമുക്ക് പോകാം. കർത്താവിന്റെ സംസാരം അഥവാ കർത്താവിന്റെ ആ വിടവാങ്ങൽ പ്രസംഗത്തിന്റെ 1-ാമത്തെ ഭാഗം പൂർത്തീകരിക്കപ്പെട്ടു. 2-ാമത്തെ ഭാഗമാണ് ഇവിടെ ആരംഭിക്കുന്നത്. അത് ഒലിവുമലയിൽ എത്തിയ ശേഷമാണ് കർത്താവ് സംസാരിക്കുന്നത്. ഇവിടെ 15-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നത്. അതിന്റെ 1-ാം വാക്യത്തിൽ പറയുന്നത്, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എന്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു. കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു. എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ഇവിടെ കർത്താവ് ഒരു സദൃശ്യമായിട്ട് ഉപമയായിട്ട് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. പറയാണ്, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകും. കർത്താവ് പരിശുദ്ധാത്മാവാം ദൈവമുഖാന്തരം ഉളവാകാൻ പോകുന്ന പരിശുദ്ധമായ സഭയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ദൈവം ഇവിടെ ശിക്ഷകണങ്ങൾക്ക് കൊടുക്കുകയാണ്. അപ്പോൾ സഭയാകുന്ന മുന്തിരിത്തോട്ടത്തിലെ സാക്ഷാൽ മുന്തിരിവള്ളിയാണ് യേശു ക്രിസ്തു. നമുക്കറിയാം, ഇസ്രായേലിനെ മുന്തിരിവള്ളിയായിട്ട് നല്ലൊരു മുന്തിരിവള്ളിയായിട്ട് മിസ്രൈമിൽ നിന്ന് കർത്താവ് കൊണ്ടുവന്ന് കല്ലുകളെ നീക്കിക്കളഞ്ഞ് അവൻ അതിനെ കനാൻ ദേശത്ത് നട്ടു എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഇരിമയാന്റെ പ്രവചനത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. കല്ലുകളെല്ലാം പെറുക്കിക്കളഞ്ഞ് ജാതികളെല്ലാം നീക്കിക്കളഞ്ഞ് കനാൻ ദേശത്ത് നല്ല മുന്തിരിവള്ളിയായിരിക്കുന്ന ഇസ്രായേലിനെ വിട്ടു. എന്നാൽ അത് നിഴലായിരുന്നെങ്കിൽ പുതിയ നിയമത്തിൽ കാണാൻ സാധിക്കുന്നത് യഥാർത്ഥമായ സാക്ഷാൽ മുന്തിരിവള്ളിയായ കർത്താവ് പറഞ്ഞു. സാക്ഷാൽ സത്യമായ സാക്ഷാൽ എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യമായ, അതിനപ്പുറം അത് നിഴലല്ല, പൊരുളാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ബാക്കി പഴയ നിയമത്തിൽ പൊരുളായിരുന്നു, നിഴലായിരുന്നതെല്ലാം. അത് നല്ല മുന്തിരിവള്ളി അവൾ കൊണ്ടുവന്ന് നട്ടു എന്നൊക്കെ പറയുമ്പോൾ അത് നിഴലായിരുന്നെങ്കിൽ പുതിയ നിയമത്തിലെ കഥ പറയുകയാണ് സാക്ഷാൽ മുന്തിരിവള്ളി, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയും. നമുക്കിവിടെ 5 വിധ കൊമ്പുകളെ കുറിച്ചാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 5 വിധ കൊമ്പുകൾ. ഞാനത് ഈ വേഗത്തിൽ പറഞ്ഞാൽ മുഴുവനും വേഗത്തിൽ മനസ്സിലാക്കി. അതുകൊണ്ടാണ് വേഗത്തിൽ ഇത് പറഞ്ഞു പോകുന്നത്. എന്തൊക്കെയാണ് 5 വിധ കൊമ്പുകൾ എന്ന് പറഞ്ഞാൽ? 1, യേശുക്രിസ്തു മുന്തിരിവള്ളിയാണ്. അതിൽ കൊമ്പുകളുണ്ട്. 1, കൊമ്പായി ഉള്ളവരുണ്ട്. ഈ കൊമ്പുകളിൽ രക്ഷിക്കപ്പെടുന്ന എല്ലാവരും ക്രിസ്തുവിൽ നമ്മൾ നോക്കുമ്പോൾ സഭയ്ക്കകത്ത് രക്ഷിക്കപ്പെടുന്നവരെ എല്ലാം കർത്താവ് കൊമ്പുകളായി കാണും. അപ്പോൾ ഈ കൊമ്പുകളിൽ കായ്ക്കാത്ത കൊമ്പുണ്ട്, കായ്ക്കുന്ന കൊമ്പുണ്ട്. അപ്പോൾ കൊമ്പെന്ന് പറയുമ്പോൾ സഭയോടുള്ള ബന്ധത്തിൽ രക്ഷയോടെ 30 മേനിയെ കാണിക്കും. നമ്മളെല്ലാം കൊമ്പുകളായിരുന്നു. ക്രിസ്തുവാണ് മുന്തിരിവള്ളിയിൽ കൃപയാൽ നമുക്ക് കൊമ്പുകളാകാനുള്ള ഭാഗ്യമുണ്ടായി. എന്നാൽ ഈ കൊമ്പുകളായിട്ടും അത് രക്ഷിക്കപ്പെടുന്നത് 30 മേനിയാണ് കാണിക്കുന്നത്. 30 മേനി, 30, 60, 100 മേനി ഇവിടെ ഇതിനകത്ത് നമുക്ക് വെളിപ്പെടുത്താൻ സാധിക്കും. അപ്പോൾ കർത്താവ് വായിക്കുന്നത്, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകും. അത് സഭയുള്ള ബന്ധത്തിൽ നമ്മുടെ തുടക്കത്തെ കാണിക്കുകയാണ്. എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് പറയാണ്, കായ്ക്കാത്ത കൊമ്പൊക്കെയും ഞാൻ നീക്കിക്കളയുന്നു. എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെ അവൻ നീക്കിക്കളയുന്നു. എന്ന് പറഞ്ഞതിന്റെ അർത്ഥം, സഭയിൽ രക്ഷിക്കപ്പെടുവന്ന ശേഷവും ദൈവം ഉദ്ദേശിക്കുന്ന പ്രവൃത്തിയൊന്നുമില്ലെങ്കിൽ ദൈവം നീക്കിക്കളഞ്ഞതാണ്. പിന്നെ ദേശീയ പേര് കാണും. പാസ്റ്റർമാർക്കോ അല്ലെങ്കിൽ മറ്റാർക്കും നീക്കിക്കളയാൻ പറ്റത്തില്ല. എന്നാൽ ദൈവം നീക്കിക്കളഞ്ഞാണെങ്കിൽ നീ ഉണങ്ങിയതാ, പ്രയോജനമില്ല. സഭയ്ക്കകത്തെ പേരുണ്ട്, ദേശീയ പേര് കാണും, എല്ലാം കാണും. പക്ഷേ കഥ പറഞ്ഞു കായ്ക്കുന്നില്ല. അപ്പോൾ ഈ 30 മേനിയിൽ നിന്ന് കായ്ക്കാത്തത് എന്ന് പറഞ്ഞാൽ അത് ഏതാണെങ്കിലും ദൈവം അതിനെ നീക്കിക്കളയുന്നു. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും
ഞാൻ നീക്കിക്കളയുന്നു. കായ്ക്കേണ്ടതിന് കായ്ക്കുന്നതൊക്കെയും അധികം കായ്ക്കുന്നതുണ്ട്. അപ്പോൾ കൊമ്പുകൾ 30 മേനിയെ കാണിക്കുന്നു, നീക്കിക്കളയുന്നത് കളയായിട്ടുള്ളതിനെ കാണിക്കുന്നു. പറഞ്ഞാൽ ഫലമില്ലാത്തതിനെ കാണിക്കുക. ദൈവം അത് നീക്കിക്കളഞ്ഞതാണ്, പ്രയോജനമില്ലെന്ന് കണ്ടത്. എന്നെ നിർത്തുന്നതെന്നു വെച്ചാൽ കള പറിക്കേണ്ടാത്തതുകൊണ്ട് നിർത്തി പോകുന്നത്. അതെന്താണെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ക്ലാസ് എടുത്തും പഠിപ്പിച്ചായിരുന്നു, മനസ്സിലാക്കിയായിരുന്നു. ഒരു കുടുംബത്തിൽ ഒരു 4 പേരുണ്ടെന്നിരിക്കട്ടെ. അതില് ആ പിതാവ് ഗുണപ്പെടാത്ത ഒരു വ്യക്തിയാണെങ്കിൽ, സഭയിൽ വരുന്നുണ്ട് പോകുന്നുണ്ട് കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ, അദ്ദേഹത്തെ പാസ്റ്റർമാർ മറ്റാരും പറിച്ചു കളയത്തില്ല. കാരണം പറിക്കാത്തതിന്റെ കാരണം വെച്ചാൽ പറിച്ചാൽ ബാക്കി കൂടെ പോകും. അതുകൊണ്ട് അത് വെച്ചുകൊണ്ടിരിക്കും. ലോകാവസാനം ദൈവജോളെന്ന് പറയുന്നത്. പിന്നെ വലിയ പാപം ചെയ്യുന്നവരാണെങ്കിൽ അവരെ സഭയിൽ നിന്ന് എടുത്തു കളയുകയാണ്, വെച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് രഹസ്യഭാവങ്ങളൊക്കെ ചെയ്ത് മുമ്പോട്ട് പോകുന്നവരുണ്ട്. നമ്മൾ അവരുടെ രഹസ്യം പിടിക്കേണ്ട ആവശ്യമില്ല. ദൈവത്തിന്റെ സന്നിധി ദൈവം അത് കണ്ടുപിടിച്ചോളും. ആരാണ് രഹസ്യഭാവം ചെയ്യുന്നുള്ളത് ദൈവം നോക്കിക്കോളും. ദൈവം നോക്കുന്നത് ഫലമുണ്ടോന്നാ, വിശ്വാസം എന്നിട്ട് ഫലമുണ്ടോന്നാ ദൈവം നോക്കുന്നത്. വെറുതെ വെള്ളത്തിൽ ഇറങ്ങി മുങ്ങിയതുകൊണ്ട് ആ കാര്യമായില്ല പ്രിയപ്പെട്ടു. ചില പറയും സ്നാനപ്പെട്ടിട്ടും മാറ്റമൊന്നുമില്ല. ശരിയാ, സ്നാനപ്പെട്ടിട്ട് മാറ്റമൊന്നുമില്ല. എൻ്റെ അർത്ഥം നീ ചത്തിട്ടില്ല, മരിച്ചിട്ടില്ലാത്തതുകൊണ്ടാണ്. എത്ര നീതിമാനാണെന്ന് വിചാരിച്ചാലും സ്നാനപ്പെട്ട് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ സങ്കല്പങ്ങളൊക്കെ മാറി. ഞാൻ പറഞ്ഞല്ലോ ഇതിനൊക്കെ വലിയ ഭക്തന്മാരായിരുന്നു. അത് നിന്നിരുന്ന ഒരു പക്ഷേ പ്രസ്ഥാനങ്ങളോട് വലിയ വിശ്വസ്ത പുലർത്തിയവരായിരിക്കാം. അത് രാഷ്ട്രീയമാകട്ടെ മതപരമാകട്ടെ ഏത് വിഷയമാകട്ടെ ഞങ്ങൾ വിശ്വസ്ത പുലർത്തിയവരായിരിക്കാം, നീതിമാന്മാരായിരിക്കാം, അവരുടെ ബന്ധത്തിലായിരിക്കാം. പക്ഷേ അന്ന് നിലനിന്ന സങ്കല്പങ്ങളായിരുന്നില്ലേ, യാഥാർത്ഥ്യമായിരുന്നില്ലല്ലോ. എന്നാൽ വിശ്വാസത്തിന് ശേഷമായിട്ട് ആ സങ്കല്പങ്ങൾ ഇടിയപ്പെടുവാനിടയെത്തുന്നത്. അതുകൊണ്ടാണ് വേർപാടെന്ന് പറയുന്നത്. നമ്മൾ സങ്കല്പത്തിലില്ല. ചിലർക്ക് ശരിയാണ്, വിശ്വാസം എന്ന് ഭൂരിപക്ഷം ആൾക്കാരും ഈ പറയാറുണ്ട്, വിശ്വാസം വന്ന ശേഷം എനിക്ക് അങ്ങനെ വലിയ മാറ്റമില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ മാറ്റിയിട്ട് അറിയാത്തത് കൊണ്ടാണ്. ശരിയാ, പണ്ടും ഒരുപക്ഷെ വലിയ തെറ്റ് ചെയ്യാത്ത ആൾക്കാരൊക്കെ നല്ല രീതിയിൽ ജീവിച്ചവരൊക്കെ വിശ്വാസം വന്നു കഴിയുമ്പോൾ അവർക്കത് മനസ്സിലാകത്തില്ല. എന്നാൽ അന്ന് അവർ നിലനിന്ന് പോന്നിരുന്നത് സങ്കല്പങ്ങളായിരുന്നു. അത് ക്രിസ്തു പരിജ്ഞാനത്തിന് വിരോധമായി നിന്നിരുന്ന അനുസരണക്കേടായിരുന്നു. അതിനെ ഇടിച്ചു കളഞ്ഞ് നമ്മുടെ അനുസരണരാക്കി മാറ്റിയില്ലേ, നമ്മളെ യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവന്നില്ലേ. അപ്പൊ നമുക്കിന്ന് പറയാൻ പറ്റത്തില്ലേ, വലിയ മാറ്റം വന്നു, 100% മാറ്റം വന്നു. പണ്ട് ഞാൻ നിന്നത്, അവിടെ എന്നെ പ്രാരംഭത്തിൽ പറഞ്ഞത്, സങ്കല്പങ്ങളെ ഇടിച്ചു കളയണം. ചിലരെ ആ സാങ്കല്പികമായിട്ട് ചിന്തിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലെന്ന്, ഞങ്ങൾ നീതിമാന്മാരാണ്, പാപമൊന്നും ചെയ്തിട്ടില്ല ചിന്തിക്കുന്നതുകൊണ്ട്. ശരിയാ, ക്രിസ്തു വന്നപ്പോൾ ഞാൻ പാപമൊന്നും ചെയ്തിട്ടില്ല ചിന്തിക്കുന്ന പ്രിയപ്പെട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി മനസ്സിലാക്കുക, അതുവരെ ചെയ്തെല്ലാം അത് താൽക്കാലികമായിരുന്നു, സങ്കല്പങ്ങളായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ കൃപയാൽ പുറമേ മനുഷ്യരുടെ മുമ്പാകെ നമ്മൾക്ക് മറ്റു വലിയ പാപങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിലും നമുക്കറിയാമായിരുന്നു ഞാൻ നിന്നത്, നിങ്ങൾ നിന്നത് സങ്കല്പങ്ങളിലായിരുന്നു, നമ്മുടേതായിട്ടുള്ള ചിന്താഗതികളിലായിരുന്നു, ഓരോരുത്തരുടേതായ പ്രമാണങ്ങളിലായിരുന്നു, കാഴ്ചപ്പാടുകളിലായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ കൃപയാൽ ക്രിസ്തുവിൽ വന്നു കഴിഞ്ഞപ്പോൾ, നാം കൊമ്പുകളായി കഴിഞ്ഞപ്പോൾ, യേശുവിന്റെ ജീവൻ നമ്മളിലേക്ക് വ്യാപരിക്കാൻ തുടങ്ങിയപ്പോൾ മനസ്സിലായി, സങ്കല്പമല്ല യാഥാർത്ഥ്യമാണ് ക്രിസ്തുവുമായിട്ടുള്ള ബന്ധമെന്നുള്ളത്. രാത്രി ഞാൻ ആ ബന്ധം തിരിച്ചറിയുക. അവനോട് ചേർന്ന് അവന്റെ കൊമ്പായി തീർന്നത് കൊണ്ട്, അവന്റെ രക്തം എന്നിലോട് ഒഴുകുവാൻ തുടങ്ങിയത് കൊണ്ട് എനിക്ക് മാറ്റം സംഭവിക്കാൻ ഇടയാത്തുന്നു. അത് വ്യാപരിച്ചു കഴിയുമ്പോൾ, ആരോഗ്യം വരികയാണെങ്കിൽ, അതിനെ അംഗീകരിക്കാൻ കഴിയുമ്പോൾ, രോഗമില്ലെങ്കിൽ അത് കായ്ക്കാൻ തുടങ്ങും കേട്ടോ. രോഗം പിടിച്ചു കഴിഞ്ഞാൽ ദൈവത്തിനറിയാം, മുരടിച്ചു പോയി കായ്ക്കത്തിലും നീക്കിക്കളയും. എന്നാൽ കായ്ക്കുന്ന കാണുമ്പോൾ സ്വർഗീയ ദൈവത്തിന് ഇഷ്ടമാ. കൊമ്പായി തീർന്ന നീതീകരിക്കപ്പെട്ട് കർത്താവിന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട് അംഗങ്ങളായിരിക്കുന്ന കൊമ്പുകളെ നോക്കി ദൈവം സന്തോഷിക്കുകയാണ്. അവർക്ക് വേണ്ടി യേശുവിന്റെ രക്തം ഓരോ ദിവസവും നമ്മുടെ ഹൃദയത്തിലൂടെ കയറി ഇറങ്ങുന്നത് അധികം നമ്മൾ ഫലം കായ്ക്കുന്ന കാണുമ്പോൾ അതാണ് കായ്ക്കുന്ന കൊമ്പ്. നാം കൊമ്പുകളായിരുന്നു. അതിൽ നിന്ന് ക്രിസ്തുവിന്റെ രക്തം നമ്മളിലൂടെ വചനത്തിലൂടെ ആത്മാവിലൂടെ വ്യാപരിച്ചു കഴിഞ്ഞപ്പോൾ നാം ആരായി തീർന്നു? കായ്ക്കുന്ന കൊമ്പുകളായി തീർന്നു. കായ്ക്കുന്ന കൊമ്പുകൾ എന്ന് പറയുമ്പോൾ അത് 60 മേനിയെ കാണിക്കുന്ന, 60 മേനി കായ്ക്കുന്ന കൊമ്പുകൾ വിശുദ്ധന്മാരുടെ നിലവാരത്തേക്ക്, പ്രാകാരത്തിൽ വിശുദ്ധന്മാരുടെ സ്ഥലത്തേക്ക് വന്നു. നമ്മുടെ തേജസ് വർദ്ധിക്കാൻ തുടങ്ങി. പഴയ നമുക്ക് ആ കൊമ്പായി തീർന്നപ്പോൾ, വീണ്ടും ജനിച്ചപ്പോൾ, ശിശുവായിരുന്നപ്പോൾ, ആത്മീയ ശിശുവായിരുന്ന സമയത്ത് നമുക്ക് ലഭിച്ചത് ഭൗമിക തേജസ്സായിരുന്നു, നിത്യജീവനായിരുന്നു. ആ തേജസ് കൊണ്ട് നമുക്കൊരിക്കലും സ്വർഗാസ്വർഗത്തിൽ പോകാൻ കഴിയത്തില്ല. പൊതുവാന ഭൂമിയിൽ ദൂതതുല്യരായി നമുക്ക് പ്രവേശിക്കാനുള്ളതാണ് കൊമ്പുകളുടെ പ്രത്യേകത. അതാണ് കൊമ്പുകൾ. എന്നാൽ അതിൽ നിന്ന് വളർച്ച പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ കൊമ്പുകളിൽ ഫലം കായ്ക്കുന്ന കൊമ്പായി മാറിയപ്പോൾ നാം വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കപ്പെട്ടു. 60% വന്നു. ലോകത്തെ ജയിച്ചു, ജഡത്തെ നാം ജയിച്ചു. അഭിഷേകത്തോടും ശുശ്രൂഷകളൊക്കെ ബന്ധത്തിലേക്ക് പ്രവേശിക്കപ്പെട്ടു. 100 മേനി എന്നുള്ളത് ചെത്തി വെടിപ്പാക്കാൻ തുടങ്ങി. കൊമ്പിനെ
ദൈവം വളം തന്നു. യേശുവിന്റെ രക്തമാണ് ജീവനായി തന്നിരിക്കുന്നത്. അതാണ് വളം. അവന്റെ വചനമാണ്, യേശു സംസാരിക്കുന്ന വചനമാണ് നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരണം. അതുകൊണ്ട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ശുദ്ധിയുള്ള, ഇപ്പൊ നിങ്ങൾ ശുദ്ധിയുള്ള വചനം കേൾക്കുന്നവർ ശുദ്ധിയുള്ളവരായി തരും. ദൈവവചനം ക്രിയ ചെയ്യുമ്പോൾ മാറ്റം വരും. ഈ കൊമ്പുകൾ കായ്ക്കാൻ തുടങ്ങും. പൂത്ത് കായ്ച്ചപ്പോൾ സ്വർഗത്തിന് പ്രസാദം തോന്നി. കായ്ക്കുന്ന കൊമ്പുകളെ അധികം ഫലം കായ്ക്കുന്നത് ചെത്തി വെടിപ്പാക്കാൻ തുടങ്ങി. ഇത് രാത്രിയിൽ വേദനയും ശോധനയും ഭാരവും എന്നൊക്കെ പറയുമ്പോൾ, എന്തുകൊണ്ട് എത്ര വേദന ചോദിക്കുമ്പോൾ കർത്താവ് പറയും, എനിക്കൊരു ഉദ്ദേശമുണ്ട്. നിന്നെ മുറിച്ചു കളയുകയല്ല, ഞാൻ ഇരുവായത്തുള്ള എൻ്റെ വാളുകൊണ്ട് നിന്നെ ഞാൻ ചെത്തി വെടിപ്പാക്കുകയാണ് രാത്രിയിൽ. അതുകൊണ്ടാണ് വിശ്വാസം വരുമ്പോൾ പലപ്പോഴും വേദനകൾ, ഭാരങ്ങൾ ഈ ചെത്തി വെടിപ്പാക്കുന്നതുകൊണ്ട് നാം അധികം ഫലം കായ്ക്കാൻ വേണ്ടിയാ. നമ്മുടെ കർത്താവ് ദൈവം നമ്മളെ സ്നേഹിക്കുന്നുകൊണ്ട് ദൈവം നമ്മളെ കൂടുതൽ അടിക്കുന്നു എന്ന് പറഞ്ഞാൽ, അവൻ നന്നാകുമെന്ന് കാണുമ്പോൾ നന്നാകുന്നവരുടെ മേൽ കൂടുതൽ വചനത്തിന്റെ ക്രിയ വെളിപ്പെടുവാൻ തുടങ്ങും. അങ്ങനെ അപ്പോൾ 3 രീതിയിലുള്ള കാര്യങ്ങളെ ഈ മുന്തിരിത്തോട്ടത്തെ വിശുദ്ധമായിട്ട് ബന്ധത്തിൽ കാണാൻ സാധിക്കുന്നു. അത് അവനിൽ വസിക്കുന്ന കൊമ്പുകൾ, കായ്ക്കുന്ന കൊമ്പുകൾ, അധികം ഫലം കായ്ക്കുന്ന കൊമ്പുകൾ. ഈ വിശുദ്ധ സ്ഥലത്തിട്ട് ദൈവം എന്ത് ചെയ്യും? നമ്മളെ എന്ന് പറഞ്ഞാൽ, നാം ജഡത്തിൽ നിന്നുകൊണ്ട് നമ്മളെ ശരിക്ക് കർത്താവ് എന്ത് ചെയ്യും? നമ്മെ പണിതെടുക്കുന്നു. രാത്രി മനസ്സാണ് വിചാരിക്കുന്നത്, എന്താണ് ഈ കർത്താവ് പറഞ്ഞ ഉപമയുടെ അർത്ഥം എന്താണെന്ന് മനസ്സാണ് വിചാരിക്കുന്നു. നമ്മൾ ഒരു പക്ഷേ അത് വായിച്ചു പോയിട്ടുണ്ടായിരിക്കും, ഒരുപാട് പ്രാവശ്യം വായിച്ചു. എനിക്കറിയാം, ഈ 15-ാം അധ്യായമൊക്കെ വായിച്ച് ഒരുപാട് പ്രാവശ്യം വായിച്ചവരാ. എന്നാൽ രാത്രിയിൽ മർമ്മം വെളിപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുക. ഞാൻ നിങ്ങൾ കൊമ്പുകളായിരുന്നു. ദൈവത്തിന്റെ കൃപയാൽ വചനവും ക്രിസ്തുവിന്റെ രക്തത്തിന്റെ ആ ജീവന്റെ ശക്തി നമ്മൾ വ്യാപരിച്ചപ്പോൾ നാം പൂവിടുവാൻ തുടങ്ങി, കായ്ക്കാൻ തുടങ്ങി. സ്വർഗത്തിന് സന്തോഷമായി. കായ്ക്കുന്ന കൊമ്പുകൾ കണ്ടപ്പോൾ, അവൻ 60 മേനിയായെന്ന് കണ്ടപ്പോൾ നമ്മളെ ദൈവം ചെത്തി വെടിപ്പാക്കാൻ തുടങ്ങി. ആ ചെത്തി വെടിപ്പാക്കുന്ന വേദനയുണ്ടായിരുന്നു, കഷ്ടതയുണ്ടായിരുന്നു, പ്രയാസമുണ്ടായിരുന്നു. പക്ഷേ അത് മുറിച്ചു കളയുകയല്ലായിരുന്നു. കഴിഞ്ഞ നാളുകളിൽ ക്രിസ്ത്യ വിശ്വാസത്തിന് വേണ്ടി വന്ന വേദനകൾ രാത്രി എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ, രാത്രി പറയണം, ഞാൻ അധികം ഫലം കായ്ക്കേണ്ടതിന് വേണ്ടിയാണ്. കരങ്ങളോട് ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ കരങ്ങളോട് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട് നാം അനുഭവിക്കുന്ന ക്രിസ്ത്യ ജീവിതത്തിന്റെ വേദനകളും ഭാരങ്ങളും ഒക്കെ നമ്മെ ചെത്തിപിടിപ്പാക്കുകയാണ്. അധികം ഫലം കായ്ക്കേണ്ടതിന് വേണ്ടിയാ അധികം ഫലം കായ്ച്ചു. അതാണ് 3-ാമത്തെ നിലവാരം. 100 മേനി. അവർ സാത്താനെ ജയിക്കുന്നവരാ. ലോകത്തെയും ജഡത്തെയും സാത്താനെയും ജയിച്ചു നിൽക്കുവാൻ വേണ്ടിയാണ് ഈ അധികം ചെത്തി വെടിപ്പാക്കുന്നത്. ചെത്തി വെടിപ്പാക്കി വൃത്തിയുള്ളതാക്കി അധികം ഫലം കായ്ക്കുവാൻ 2025-ലും ദൈവത്തിന്റെ വചനത്തിന്റെ ചെത്തൽ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാണ്. മുറിപ്പെടുത്തുവാൻ വേണ്ടിയല്ല, വേദനപ്പെടുത്തുവാൻ വേണ്ടിയല്ല, നീക്കിക്കളയാൻ വേണ്ടിയല്ല. നഗത പറഞ്ഞു, എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവനെന്ത് ചെയ്യുന്നു? നീക്കിക്കളയുന്നു. അതിനെ വാളുകൊണ്ട് നീക്കിക്കളയും. ഒരു ദയം കൂടാതെ നീക്കിക്കളയുമ്പോൾ ഇരുവായത്തുള്ള വാളുകൊണ്ടാണ് ദൈവം നമ്മളെ ചെത്തി വെടിപ്പാക്കുന്നത്. രാത്രി ദൈവത്തിന്റെ വചനം, ഒരേ വചനം തന്നെ, അവന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം കൊണ്ട് നീക്കിക്കളയാനും കഴിയും, അതേ വചനം കൊണ്ട് ചെത്തി വെടിപ്പാക്കാനും കഴിയും. നമുക്കറിയാം, ഒരു തോട്ടത്തിലേക്ക് ഇറങ്ങുന്ന, കത്തിയുമായിട്ടിറങ്ങുന്ന ഒരു തോട്ടക്കാരൻ, അല്ലെങ്കിൽ അത് ചെത്തി വെടിപ്പാക്കുന്നവൻ, അവനറിയാം അത് ചെത്തി വെടിപ്പാക്കാനും അറിയാം. വേണ്ടെങ്കിൽ അതിനെ വെട്ടിക്കളയുവാൻ കോടാലി ഉപയോഗിക്കുവാൻ, അല്ലെങ്കിൽ ആ കൊമ്പിനെ മുറിച്ചു നീക്കിക്കളയാനുള്ള വാളായിട്ടും അതിനെ ഉപയോഗിക്കാം. അതുകൊണ്ടാണ് പെർഗാമോസിലെ സഭയോടുള്ള ബന്ധത്തിൽ പറയുമ്പോൾ അവിടെ ഈ വാളിനെ കുറിച്ചും, അതുപോലെ തന്നെ നമ്മൾ വെളിപ്പാട് പഠനത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വാളും ഇരുവായത്തുള്ള വാളും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇരുവായത്തുള്ള വാൾ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടുന്ന വാളല്ല. ചില വിചാരിക്കുന്ന ഇരുവായത്തുള്ള വാളെന്ന് പറഞ്ഞാൽ ഇത് സംസാരിക്കുന്നതിനും വിട്ടും കേൾക്കുന്നതിനും വിട്ടും. അങ്ങനെയല്ല പ്രിയപ്പെട്ടവർ, അതല്ല എൻ്റെ അർത്ഥം. 2-ാം അധ്യായം, അതിന്റെ വെളിപ്പാട് 2-ാം അധ്യായം 12 വാക്യങ്ങൾ, പെർഗാമോസ് സഭയുടെ ദൂതൻ എഴുതുക, മൂർച്ചയേറിയ ഇരുവായത്തുള്ള വാൾ ഉള്ളവൻ അരുളി ചെയ്യുന്നു, നീ ഇവിടെ പാർക്കുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം, ഇവിടെ ഇരുവായത്തുള്ള വാളെന്ന് പറഞ്ഞാൽ അത് മുറിക്കുകയും മുറിവ് കെട്ടുകയും ചെയ്യുന്നതാണ്. പറഞ്ഞാൽ ഒരു ശസ്ത്രക്രിയ ചെയ്യുന്ന ഒരാളുടെ കൈവശം അതേ ഉപയോഗിക്കുന്ന കത്രിക, അത് ഉപയോഗിക്കുന്ന ആദ്യം മുറിക്കാൻ വേണ്ടിയാണെങ്കിൽ അതേ കരം കൊണ്ട് അത് കുത്തിക്കെട്ടിപ്പോകും. അപ്പോൾ ദൈവവചനം ഉപയോഗിക്കുന്നത് ദൈവസഭയ്ക്കകത്ത് മറ്റുള്ള ഉപയോഗിക്കുമ്പോൾ അത് കീറണം പ്രിയപ്പെട്ടവർ. പക്ഷേ കീറിയാൽ മാത്രം പോലെ തുന്നിക്കെട്ടണം. പലർത്തും പല ശുശ്രൂഷകളുടെയും വേദന ഉണ്ടാകാൻ കാരണം, ഞാൻ പറയട്ടെ, കുഞ്ഞുങ്ങളെ ശിക്ഷിച്ചാൽ പോലും നീ അവരെ ആശ്വസിപ്പിച്ചോണം, ചേർത്ത് നിർത്തിക്കോണം. അല്ലെങ്കിൽ മുറിവായിത്തീരും, വേദനയായിത്തീരും, അത് വലിയ ഭാരമായിത്തീരും. അതുകൊണ്ട് ആരും രാത്രിയിൽ ഉറങ്ങുമ്പോൾ വേദനപ്പെട്ട് കിടക്കാൻ പാടില്ല.
നാം ഒരുപക്ഷെ ശിക്ഷിച്ചു കാണുമായിരിക്കും, അടിച്ചു കാണും. അവരെ ചേർത്ത് നിർത്തി പറയണം, സ്നേഹിക്കണം. ഒരു സ്നേഹം മനസ്സിലാക്കി കൊടുക്കണം. അതിനുശേഷമേ അവരെ കിടക്കാൻ വിടാവുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളെ ദൈവം ശിക്ഷിക്കുമ്പോൾ എന്താ പറയും, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും രാത്രിയിലും. വചനം കൊണ്ട് പക്ഷേ കുഞ്ഞുങ്ങളെ തല്ലും നല്ലതാ, ഒരു വഴക്ക് പറയാൻ നല്ലതാ. പക്ഷേ കിടക്കുന്നതിന് മുമ്പ് അതിനെ ആശ്വസിപ്പിച്ചിട്ടേ കിടത്തി ഉറക്കാവുള്ളൂ, സമാധാനത്തോടെ കിടത്തി ഉറക്കാവുള്ളൂ. ദൈവജനം ആശ്വാസത്തിൻ്റെതാണ്. നമ്മെ കീറി മുറിക്കും, നമ്മുടെ കുറവുകൾ വെളിപ്പെടുത്തും. നമ്മൾ പണിയെടുപ്പെടണമെന്ന് പറയും, ആയിട്ടില്ല എന്ന് പറയും. നമ്മളെ ഇതുവരെയൊന്നും ആയിട്ടില്ല എന്നൊക്കെ നമ്മളെ പറഞ്ഞ് നമുക്ക് വേദനയ്ക്കുണ്ടാകുമെങ്കിലും നമ്മളെ ആശ്വസിപ്പിക്കും, നമ്മളെ മുറിവ് കെട്ടും. അവൻ മുറുക്കിയും മുറിവ് കെട്ടിയും നമ്മളെ എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ, ദൈവജനം നമ്മളെ മുറിക്കുക മാത്രമല്ല, മുറിവ് കിട്ടി നമ്മളെ ആശ്വസിപ്പിക്കുന്ന, ഏത് വിഷയത്തിലൂടെ കടന്നു പോകുമ്പോഴും ആ വിഷയത്തിന് ആശ്വാസം നൽകുവാൻ ദൈവത്തിന്റെ വചനം വ്യാപരിച്ചു കൊണ്ടിരിക്കും. അതാണ് ഇരുവായത്തുള്ള വാടിന്റെ പ്രവൃത്തി. എന്നാൽ അതേ വചനം പറഞ്ഞിരിക്കുകയാണ് അതിന്റെ 16-ാം വാക്യത്തിൽ പറയുന്നത്, അല്ല ഞാൻ വേഗത്തിൽ വന്ന് എൻ്റെ വായിലെ വാളുകൊണ്ടവരോട് പോരാടും. ഇരുവായത്തുള്ള വാളല്ല, സാത്താനോട് പോരാടുമ്പോൾ നാം ഉപയോഗിക്കേണ്ടത് വാളാണ്. ഒരിക്കലും ദൈവസഭയിൽ വാൾ ഉപയോഗിക്കരുത്. ചിലര് സാത്താനോട് പോരാടുമ്പോൾ ഇരുവായത്തുള്ള വാളും, സഭകളിൽ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വാളും ഉപയോഗിക്കും. നിങ്ങളുടെ കൈവശം എന്തിരിക്കട്ടെന്നാ പറയുന്നത് അറിയാമോ? ദൈവത്തിന് വചനം പറയുന്നത്, നമുക്ക് സർവായുധ വർഗത്തെ കുറിച്ചുള്ള ഭാഗം എടുത്ത് പഠിക്കുമ്പോൾ അവിടെ കാണാൻ സാധിക്കുന്നത്, അത് ദൈവത്തിന്റെ വചനവും വാളും കയ്യിലേന്തണം, ഇരുവായത്തുള്ള വാളുണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ കൈവശം വാളും ഉണ്ടായിരിക്കണം. എന്ന് പറഞ്ഞാൽ സാത്താനോട് പോരാടുമ്പോൾ വാൾ ഉപയോഗിച്ചോണം. അവനോട് സന്ധിയില്ലാത്ത യുദ്ധമായിരിക്കണം ചെയ്യേണ്ടത്. എന്നാൽ ദൈവസഭയോട് ഒരിക്കലും, ദൈവമക്കളോട് ഒരിക്കലും, നമ്മുടെ പ്രിയപ്പെട്ടവരോട്, മനുഷ്യരോട് ഒരിക്കലും നാം വാളുകൊണ്ട് പോരാടരുത്, വെട്ടിക്കളയരുത്, വാക്കുകൊണ്ട് ഇല്ലാതാക്കി കളയരുത്. അത് അങ്ങനെ ചെയ്യാൻ പാടില്ല. സാത്താനോട് ഇടപെടുമ്പോൾ അവനെ നാം ശാസിക്കണം. അവനുമായിട്ട് യാതൊരു വിധമായ കോംപ്രമൈസും ഇല്ല. അതാണ് കർത്താവ് നമുക്ക് കാണിച്ചെന്ന മാതൃക. ഇവിടെ രേഖപ്പെടുത്തുന്നത് അങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സർവായുധത്തിന്റെ വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാലത്തിൽ ലോകാധിപതികളോടും സ്വലോകത്ത് ദുഷ്ടാത്മസേനയോടും അത്രേ. അതുകൊണ്ട് നിങ്ങൾ ദുരിതത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ച് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടത് ദൈവത്തിന്റെ സർവായുധവർക്കും എടുത്തുകൊള്ളും. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷമുള്ള ഒരുക്കം കാലം ചെരിപ്പാക്കിയും എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ ദൈവമുകളൊക്കെയും കെടുക്കത്തക്കായ വിശ്വാസം എന്ന പരിച എടുത്തും കൊണ്ട് നിൽപ്പീൻ. രക്ഷ എന്ന ശിരസ്ത്രവും ദൈവം എന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളുവീൻ. സകല പ്രാർത്ഥനയാലും യാചനയാലും എന്ന് നിർത്തുന്നതിനാൽ ശിരസ്ത്രവും ദൈവം എന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളുവീൻ. സാത്താനോട് പോരാടാൻ പോകുമ്പോൾ വാളാ കൈ വേണ്ടത്. എന്ന് പറഞ്ഞാൽ സന്ധിയില്ലാ സമരമാണ്. അവനോട് നാം അവനെ വെട്ടിക്കളയുകയാണ്, അവന്റെ പ്രവർത്തികളെ ഛേദിച്ചു കളയുകയാണ്. എന്നാൽ ദൈവസഭയുള്ള ബന്ധത്തിൽ നമ്മുടെ വാക്കുകൾ അത് മുറിക്കുകയും മുറിവ് കെട്ടുകയും ചെയ്യുന്നതായിരിക്കണം. ഏത് ശുശ്രൂഷയും ഏത് കാര്യവും ശാസിച്ചു കഴിഞ്ഞാലും അതിൻ്റെ അവസാനം സ്നേഹത്തിലെ അവസാനിപ്പിക്കാവുള്ളൂ. ഞാനിന്ന് ഈ സന്ദേശം ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഇത് മനസ്സിലായി വിശ്വസിക്കുന്നു. 5 തരം കൊമ്പുകളെ കുറിച്ച് പറഞ്ഞതിൽ നമുക്കത് മനസ്സിലായത് 3 കാര്യങ്ങൾ: 30 മേനിയും 60 മേനിയും 100 മേനിയും. കർത്താവാകുന്ന യഥാർത്ഥമായ മുന്തിരിവള്ളി, പിതാവാം ദൈവത്തിന്റെ തോട്ടത്തിലെ ആ തോട്ടക്കാരായിരിക്കുന്ന പിതാവാം ദൈവം നട്ടിട്ടുള്ള ക്രിസ്തുവാകുന്ന മുന്തിരിവള്ളിയിലെ കൊമ്പുകളാണ് 30 മേനിയിലുള്ളവർ. കായ്ക്കാത്ത കൊമ്പൊക്കെയും ദൈവം എന്തെയും നീക്കിക്കളയുന്ന കൊമ്പ്. അവ ഉണങ്ങിയിട്ട് തീപ്പൊയ്ക്ക് തള്ളിക്കളയാനുള്ളതാണ്. കായ്ക്കുന്നതൊക്കെയും കൊമ്പുകൾ 30 മേനി, കായ്ക്കാൻ തുടങ്ങുമ്പോൾ 60 മേനിയിലേക്ക് വരും. അതിൽ നിന്ന് അധികം ഫലം കായ്ക്കേണ്ടതിന്, വളരെ ഫലം കായ്ക്കുന്ന അവരെ 100 മേനിയിലേക്ക് വരും. അവരെ കുറിച്ച് കഥ വഹിക്കുന്നത്, അത് നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നത് എൻ്റെ പിതാവ് മഹത്വപ്പെടും, അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകും. അതിൻ്റെ 8-ാം വാക്യം അണ്ടർലൈൻ ചെയ്തേക്കണം. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു, അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകും. അപ്പോൾ ദൈവത്തിന്റെ ശിഷ്യന്മാരാകുവാൻ കർത്താവ് പറഞ്ഞു, എന്നെ അനുഗമിക്കുന്നവർ, അപ്പോസ്തലിക പദവിയിലേക്ക് എത്തുന്നവർ, അഥവാ തെരുവിലേക്ക് എത്തുന്നവർ വളരെ ഫലം കായ്ക്കുന്നവരാ. അങ്ങനെ വളരെ ഫലം കായ്ക്കുന്നു. അതിനാൽ എൻ്റെ പിതാവാം ദൈവം നമ്മളിൽ മഹത്വപ്പെടുത്തണം. അങ്ങനെ പിതാവാം ദൈവത്തിന് മഹത്വമുള്ളതാണെങ്കിൽ കർത്താവ് പറയാൻ, നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകും. അപ്പോൾ 3 കൊമ്പുകളെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഒന്ന്, ക്രിസ്തുവാകുന്ന മുന്തിരിവൾ എന്ന കൊമ്പുകൾ. അതിൽ കായ്ക്കുന്ന കൊമ്പുകൾ എന്നുള്ളത് 60 മേനിയിലേക്കും
വളരെ ഫലം കായ്ക്കാൻ വേണ്ടി ചെത്തിവെടിപ്പാക്കപ്പെടുന്ന, നമ്മൾ പറയുമല്ലോ, എന്താ ഇത്ര വേദന, നിനക്ക് മാത്രം എത്ര ഇത് ഭാരം, നിനക്ക് മാത്രം എത്ര പോരാട്ടം, നിനക്കെന്താ എന്നും പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ രാത്രി കാര്യം മനസ്സിലായല്ലോ, കർത്താവ് നമ്മളെ ചെത്തിവെടിപ്പാക്കുക, അധികം ഫലം കായ്ക്കേണ്ടത്. ഇതുമായിട്ട് ബന്ധമില്ലാത്താണ് എന്നിൽ വസിക്കാത്ത കൊമ്പെന്ന് പറയുന്നത്. ലോകത്തിൽ സുവിശേഷമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കൊമ്പുകളുണ്ട്, അതിനെയാണ് വസിക്കാത്ത കൊമ്പെന്ന് പറയുന്നത്. അപ്പൊ അതാണ് ഇവിടെ 5 വിധ കൊമ്പുകൾ എന്ന് പറയുന്നത്. ക്രിസ്തുവിൽ കൊമ്പുകളാണ് രക്ഷിക്കപ്പെടുന്നവർ 30 മേനി. അതിൽ കായ്ക്കാത്ത കൊമ്പ്, അത് ഏത് നിലവാരത്തിലാണെങ്കിലും അതിനെ ദൈവം നീക്കിക്കളയും. 100 മേനി വിളഞ്ഞിട്ടും അത് പിന്നീട് ഫലം കായ്ക്കുന്നില്ലെങ്കിൽ അതിനെ നീക്കിക്കളയും. 60 മേനി വിളഞ്ഞിട്ടും അത് വീണ്ടും കായ്ക്കുന്നില്ലെങ്കിൽ അത് ദൈവം നോക്കത്തില്ല, എത്ര വരെ കായ്ക്കുന്നില്ല. ദൈവം നോക്കുന്ന ഇപ്പോൾ ഫലമുണ്ടോ എന്നാണ് നോക്കുന്നത്. കർത്താവ് വരവെങ്കിലുണ്ടോ എന്ന്. കഴിഞ്ഞ നാളിൽ നീ കായ്ച്ചു കാണുമായിരിക്കും 100 മേനി, നീ 60 മേനി വിളഞ്ഞു കാണുമായിരിക്കും, നീ കൊമ്പായിരിക്കും. പക്ഷേ ഫലമുണ്ടെന്ന് ഇല്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ ക്രിസ്തുവേശുള്ളവർക്ക് ഒരു ശിക്ഷാവധിയുമില്ല. ക്രിസ്തുവേശുവായിട്ട് ബന്ധമില്ലെങ്കിൽ ദൈവം നീക്കിക്കളയും. അതുകൊണ്ട് 100 മേനി വിളഞ്ഞാലും നീക്കേണ്ടവനെ നീക്കിക്കളയും. നമുക്കറിയാം, ശുശ്രൂഷയൊക്കെ ചെയ്തതാണ് യൂദ, പക്ഷേ ദൈവം നീക്കിക്കളഞ്ഞു. നമ്മുടെ എൻ്റെ പ്രിയപ്പെട്ടവർ, ഏത് സമയത്ത് വേണേലും നാം ഫലം കായ്ക്കുന്നില്ലെങ്കിൽ നമ്മളെ നീക്കിക്കളയാം. ഭയത്തോടെ നമുക്ക് ദിവസങ്ങൾ ദൈവങ്ങളിലേക്ക് ഏൽപ്പിക്കാം. എല്ലാ കണ്ണുകളും ദൈവസഹായപ്പെട്ടാട്ട്. അപ്പോൾ കായ്ക്കുന്ന കൊമ്പാണോ? നമ്മൾ ദൈവത്തിന്റെ മുന്തിരിത്തോട്ടത്തിലെ കൊമ്പുകളായി തീരുവാൻ പാക്കിൽ ലഭിച്ചു. കായ്ക്കാതെ നീക്കിക്കളയുന്ന കൊമ്പ. വിശ്വാസം വന്നിട്ട് സഭയിൽ വന്നിട്ടും നീക്കിക്കളയുന്നതിനെ ചുട്ടുകളയാന്നാണ്. അദ്ദേഹം ജബ്രാലയത്തിൽ പറഞ്ഞിട്ടുണ്ട്, പെയ്ത മഴ കുടിച്ചിട്ടും കൃഷിക്കാരന് ഹിതകരമായ ഫലം കായ്ക്കുന്നില്ലെങ്കിൽ അതിനെ വെട്ടിക്കളക എന്നുള്ളത് അത്രേ. ചുട്ടുകളയാത്തതാണ്. ചുട്ടുകളയാൻ വേണ്ടിയാ. സഭയ്ക്കകത്തുനിന്നൊരു കാര്യമില്ല. പക്ഷെ നമുക്കറിയാമല്ലോ, അന്യഭാഷ പറയുന്ന ഒരുപാട് ഡ്യൂപ്ലിക്കേറ്റ് ആൾക്കാരുണ്ട്. സഭയ്ക്കകത്താണെന്ന് പറയും, ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. ചുട്ടുകളയേണ്ടതായിട്ടുള്ളതാണ്. അതിനെ ദൈവം നീക്കിക്കളയും. എന്നാൽ കൊമ്പുകളായിരിക്കും 30 മേനി നിത്യ യോഗ്യതയുള്ളവരാ. ഫലം കായ്ച്ചു തുടങ്ങുമ്പോൾ 60 മേനിയിലേക്കും അധികം ചെത്തിവെടിപ്പാക്കി കഴിയുമ്പോൾ കൃപയാ 100 മേനിയിലേക്കും ഫലം കായ്ക്കാൻ കഴിയും. അങ്ങനെയുള്ളവരാണ് ശിഷ്യന്മാർ എന്ന് പറയുന്നത്. കർത്താവ് പറഞ്ഞു, നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതുകൊണ്ട് നിങ്ങൾ എൻ്റെ ശിഷ്യന്മാർ എന്ന് അറിയും. ഇതുമായിട്ട് ഈ മുന്തിരിവള്ളിയുമായി ബന്ധമില്ലാത്ത വസിക്കാത്ത കൊമ്പുകൾ അത് ലോകത്തിൻ്റെതാണ്, സാത്താൻ്റെതാണ്. അതിനെ യാതൊരുവിധമായ കാര്യമുള്ള അതിനെ എന്നേക്കുമായി നിത്യനരകായി തള്ളിക്കളയുന്ന രാത്രിയിൽ ഞാനും നിങ്ങളും വസിക്കാത്ത കൊമ്പുകളായിരുന്നു. ലോകത്തിൽ പടർന്നു നിന്ന ജാതികമായിരിക്കുന്ന മറ്റു പല സങ്കല്പങ്ങളിലും നിന്ന കൊമ്പുകളായിരുന്നു. അതിൻ്റെ കൊമ്പുകളായിരുന്നാൽ കൃപയാൽ യേശുവിന്റെ വചനം നമ്മളിൽ വീണപ്പോൾ അവന്റെ കൊമ്പുകളായി തീരുവാൻ ഭാഗ്യം ലഭിച്ചു. അങ്ങനെ നമ്മൾ നിത്യജീവൻ അവകാശികളായി തീർന്നു. ദൈവകൃപയാൽ നാം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ ശക്തി നമ്മൾ വ്യാപരിച്ച് വങ്കിലേക്ക് നോക്കിയത് മുഖാന്തരമായി വചനം ഭക്ഷിച്ച് ഈ ദിവസങ്ങൾ വളർച്ച പ്രാപിച്ച് ഫലം കായ്ക്കുവാൻ ദൈവമായ കർത്താവ് കൃപന്നു നമ്മളെ ചെത്തിവടിപ്പാക്കിക്കൊണ്ട് ഈ ദിവസങ്ങളിൽ 100 മേനിയിലേക്ക് ആക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇത്രത്തോളം നമ്മളെ ഭാഗ്യകരമായ അവസ്ഥയിലേക്ക് കർത്താവ് കൊണ്ടുവന്നതിന് നന്ദി പറയാം. നമ്മുടെ ജീവിതത്തിൽ നാം ഏത് തരം കൊമ്പാകുന്നു എന്നുള്ളത് രാത്രി ഒന്ന് ശോധന ചെയ്ത് ദൈവത്തിന് നമുക്ക് സമർപ്പിക്കാം. കർത്താവെ, എന്നെ നീ ചെത്തിവടിപ്പാക്കുന്നത് എൻ്റെ നന്മയ്ക്ക് വേണ്ടി. എത്ര പേർക്ക് പറയാൻ സാധിക്കും, അതെ, ഞാൻ വിശ്വാസത്തിന് ശേഷമായ വേദന, ഭാരം, പ്രയാസങ്ങൾ, പ്രാർത്ഥിച്ച മറുപടി കിട്ടാത്തത്, ഒരുപാട് ബുദ്ധിമുട്ടുകൾ, പിന്നെയും വേദന, എന്തുകൊണ്ടാണ് കർത്താവ് എന്ന് ചോദിക്കുന്ന നിരവധി സന്ദർഭം ഉണ്ടാകുമ്പോൾ കർത്താവ് പറയും, മകനെ, മകളെ, എനിക്ക് നിന്നെ ചെത്തിവടിപ്പാക്കാനുണ്ട്, നിന്നോട് കൂടുതൽ ചേർന്നിരിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ദിവസങ്ങളിൽ വളരെ ഫലം കായ്ക്കുന്ന 2025 നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഈ ദിവസങ്ങളിൽ ഫലം കായ്ക്കുന്ന, ഉടമസ്ഥന് ഫലം കൊടുക്കുന്ന, തോട്ടക്കാരനായിരിക്കുന്ന പിതാവിന് ഇഷ്ടമുള്ള ഭുജം അവന് ഫലം പുജിക്കത്തക്കവണ്ണം അവൻ നമ്മളെ ഇഷ്ടപ്പെടുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൂത് കൈമാറിക്കൊണ്ട് ഞാൻ ദൂതിന് വിരാമപ്പെടുന്നു. കർത്താവ് നമ്മെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.